തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും എവിടെ ഏത് കോണുകളിൽ നിന്ന് വന്നാൽ പോലും ഇസ്ലാം അതിൻ്റെ ആദർശത്തിൻ്റെ ഭംഗി കൊണ്ട് ഇലാഹിയായ സംവിധാനമാണ് എന്നതുകൊണ്ട് മാത്രം സൃഷ്ടികളാരും മുസ്ലിമീങ്ങളാരും അതിൻ്റെ ഒരു ദഅവയും ഒരു പ്രബോധനവും ചെയ്യാതെ മൗനമായി ജീവിച്ചാൽ പോലും അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ വളരും എന്നതാണ് ചരിത്രം. നമ്മളൊക്കെ ഒന്ന് പേടിച്ചിരുന്നു എന്ന് വിചാരിക്കുക, ആർക്കും ദഅവത്ത് ചെയ്തില്ല എന്ന് സങ്കല്പിക്കുക, ദീൻ ഇവിടെ വളരും. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മളൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേട്ടുകൊണ്ടിരുന്ന ഡച്ചുകാരനായ ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ ഇസ്ലാമിനെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ മുൻകൈയെടുത്ത് ഇറങ്ങുകയും ജെറോം വാൻ ക്ലവെറിൻ എന്ന് പറയുന്ന ബുദ്ധിജീവിയായ ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ ഡച്ചുകാരനായ അദ്ദേഹത്തിൻ്റെ ആകെ ലക്ഷ്യം ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യണം എന്നായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടകളിൽ മുഴുവൻ മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരു സദസ്സിൽ വിവരിക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകരെയും ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്താൻ, ഡീഫെയിം ചെയ്യാൻ വേണ്ടി പഠനം തുടങ്ങുകയാണ്. ഖുർആൻ വായിച്ചു. എനിക്ക് എന്തൊക്കെയോ ചില തോന്നലുകളും ചിന്തകളും ഒക്കെ വന്നു. ഞാൻ അവിടെ പൂട്ടിവെച്ചു. ബൈബിൾ വായിച്ചു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് വായിച്ചപ്പോൾ ദിസ് ഈസ് എ നറേഷൻ ഓഫ് സ്റ്റോറീസ്. എനിക്കതിലപ്പുറം ഒരാത്മീയതയോ ആധ്യാത്മികതയോ അതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ അതും മാറ്റിവെച്ചു. തൽമൂദ് എടുത്തു വെച്ചു. അവസാനം തൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ചില അന്തർധാര അത് സഹിക്കാൻ കഴിയാതെ തൻ്റെ ലൈബ്രറിയായി സൂക്ഷിച്ച തൻ്റെ വീട്ടിലെ വലിയ പുസ്തകങ്ങൾ മുഴുവനും വാരി വലിച്ച് താഴെയിട്ടു. അതിൽ വിശുദ്ധ ഖുർആനും ഉണ്ടായിരുന്നു. ഖുർആനിൻ്റെ ഒരു പേജ് ഇങ്ങനെ മലർന്നു കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ഡച്ചു ഭാഷയിലെ അദ്ദേഹം ഇംഗ്ലീഷിലെ ഒരു ഖുർആൻ പരിഭാഷയായിരുന്നു വായിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, വെറുതെ എനിക്ക് തോന്നി ആ തുറന്നു കിടക്കുന്ന പേജ് എന്ന് ഞാൻ കൈകൊണ്ടിങ്ങനെ വലിച്ചു നോക്കി. എൻ്റെ കണ്ണ് പതിഞ്ഞത് ശുദ്ധ ഖുർആനിലെ 22-ാമത്തെ ആയത്തിലെ 22-ാമത്തെ സൂറ 46-ാമത്തെ ആയത്ത്. എൻ്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു. ആരായത്? എതിർത്തൊരു പുസ്തകം എഴുതാൻ ഇറങ്ങിയ മനുഷ്യൻ. ولكن تعمى القلوب التي في الصدور. It's not the eyes that are blinded, but the hearts. അത്ഭുതമുള്ള വാക്കുകളാണത്. It's not the eyes that are blinded. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല ദൃഷ്ടി നഷ്ടമാകുന്നത്, പിന്നെയോ ഹൃദയങ്ങൾക്കാണ് അന്ധകാരം വരുന്നത്, കണ്ണുകൾക്കല്ല. അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. ആ ചിന്തയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇന്ന് അദ്ദേഹം മുസ്ലിമാണ്. ജെറോം വാൻ എന്ന് പറയുന്ന ഈ എക്സ് ഡച്ച് ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ ഇന്ന് മുസ്ലിമാണ്. അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു, ഐ ബെയർ വിറ്റ്നസ്
under no compulsion, that there is no deity, nothing worthy of worship except Allah, and Muhammad, peace and blessings of Allah be upon him, is the servant and the messenger of God. ഇത് ഇസ്ലാമിൻ്റെ ഒരു മഹത്വമാണ്. इस्लाम की फितरत में कुदरत ने लचक दी है, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे. Allah has put a flexibility in Islam. The more you throw it down on earth, the farthest it will go high. എത്രത്തോളം ഇസ്ലാമിനെ താഴേക്ക് അടിച്ചമർത്തുമോ അത്രത്തോളം ഒരു റബ്ബർ പന്ത് പോലെ ഇത് മേലോട്ടുയരും. ഇത് പാടിവെച്ചത് അല്ലാമ ഇഖ്ബാലാണ്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മുടെ ആരുടെയും ഇന്റർവെൻഷൻ കൊണ്ടോ അല്ല. ഇന്നാ നഹ്നു നസ്സൽന الذിക്ര ഇന്നാ നഹ്നു നസ്സൽന الذിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. It is us who sent down this revelation, and we shall protect it, we shall preserve it. ഈ മധുരമായ വചനങ്ങളെ, അനശ്വരമായ വാക്കുകളെ, അമൂല്യമായ വാക്യങ്ങളെ നിങ്ങളിലേക്ക് ഇറക്കിയത് നാമാണ്. അല്ലാഹുവിൻ്റെ വചനം. ഇന്നാ ലഹാഫിളൂൻ, അത് നാം തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ യാത്രകൾ സയൻസ് പഠിക്കുന്നവർക്ക് ഒരുപാട്, ചരിത്രം പഠിക്കുന്നവർക്ക് വേറെ, ഭാഷാശാസ്ത്രം പഠിക്കുന്നവർക്ക് വേറെ, വിശുദ്ധ ഖുർആനിന്റെ ആഖ്യാന ഭംഗി പഠിക്കുന്നവർക്ക് വേറെ, അതിന്റെ പാരായണ ഭംഗി അതിലും അത്ഭുതമാണ്. ആ പാരായണ ഭംഗിയിൽ കണ്ണ് നിറയാത്തവരില്ല. അങ്ങനെ കണ്ണ് നിറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഭരണാധികാരി ഉണ്ടായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എത്യോപ്യ ഭരിച്ചിരുന്ന അസ്ഹമ അൻ-നജാഷി. ഇസ്ലാം മക്കയിൽ വളരുകയായിരുന്നു. ആ വളർച്ചയുടെ ആദ്യത്തെ 5 വർഷങ്ങൾ കഷ്ടപ്പാടിന്റെ കാലമാണ്. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് എന്തിന് ജീവിക്കുന്നു എന്നവർക്കറിയില്ലായിരുന്നു. എന്തിനു മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത്, ഒന്നും അറിയാതിരുന്നൊരു കാലം. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരപുത്രൻ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, ലോക മനുഷ്യരുടെ ഹൃദയങ്ങളെ ഇസ്ലാം സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഹബശയുടെ രാജാവ് അസ്ഹമത്തുൻ നജാഷിയുടെ മുമ്പിൽ വിവരിച്ചിട്ടുള്ളത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു പ്രഭാഷണം. അത് ഇന്നും എന്നും പ്രസക്തമാണ്. നമ്മുടെ മുസ്ലിം മക്കൾ they are born to Muslim families, unfortunately had no time to learn about it. അങ്ങനെ എത്രയോ മക്കളുണ്ട്. അവര് മെഡിസിൻ പഠിക്കുന്നവരാകാം, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരാവാം, നല്ല ടെക്നോളജി സവികളാകാം. പക്ഷേ ഇസ്ലാം എന്തുകൊണ്ട് നിസ്കരിക്കണം, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനായ അള്ളാഹു തന്നെയാണ് എൻ്റെ സൃഷ്ടാവ് എന്ന് എങ്ങനെ വിശ്വസിക്കണം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ബോധിക്കാത്ത ആളുകൾക്ക് ഒരു ബോധനം നൽകേണ്ട സദസ്സാണിത്. ഇത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും മദീനയുടെ രാജകുമാരനായ നമ്മുടെ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് കൈമാറിയ അനന്തമായ അമൂല്യമായ ഈ സ്വത്തിന്റെ വിലയെത്രയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടാണ്
ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ജഅഫറേ അശ്ബഹത ഖുലുഖി വഖൽഖി, ജഅഫറേ നിങ്ങൾക്ക് എന്റെ സ്വഭാവവും എന്റെ പ്രകൃതവും അല്ലാഹു നൽകിയിരിക്കുന്നു ജഅഫറേ എന്ന് മഹാനായ ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹുവിനോട്. അവരാണ് ആദ്യകാലത്ത് ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരിൽ നേതാവ്. അശ്ബഹത ഖൽഖി വഖുലുഖി, 32ാമനായി ദീനിലേക്ക് കടന്നു വന്ന മഹാനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ 32ാമനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. 4ാം വർഷം ഹിജ്റയുടെ നബുവത്തിന്റെ 4ാം വർഷത്തിന്റെ പകുതി മുതൽ ആരംഭിച്ചിട്ടുള്ള പീഡനങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. മക്കയിൽ മുസ്ലിമീങ്ങൾക്ക് വിശ്വാസവുമായി കൊണ്ടു നടക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടായി. അതിന്നും ലോകത്തുണ്ട്. മുസ്ലിമീങ്ങൾ ആരുടെയും കീശയിൽ പോയി കൈയിട്ടത് കൊണ്ടല്ല, ആരുടെയും അവകാശങ്ങൾ ഹനിച്ചത് കൊണ്ടുമല്ല. പിശാച്ച് ഇബ്ലീസുൽ ലഈൻ, ശൈത്താനുർ റജീം ചില ആളുകളുടെ മനസ്സുകളിൽ ഈ ഉമ്മത്തിനോട് വൈരാഗ്യം കൊണ്ടു തീർക്കുകയാണ്. ഈ ഉമ്മത്തികൾ അവരാരെയും ഒന്നിനും പോയിട്ടില്ല, അവരെ ഹറാസ് ചെയ്യാൻ പോയിട്ടില്ല, അവരെ ഹേർട്ട് ചെയ്യാൻ ചെന്നിട്ടില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. അവരവരുടെ മതവും ആചാരവും സംസ്കാരവുമായി കൊണ്ടു നടക്കുമ്പോൾ ഒരു കണ്ടുകൂടായ്മ. അത് മക്കയിലുണ്ടായിരുന്നു, അത് അറേബ്യയിലുണ്ടായിരുന്നു. ആ യാതനകളുടെ ദയനീയമായ വേദനാജനകമായ ചരിത്രം തീർക്കുമ്പോഴാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വഹാബികളെ, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ. ജിദ്ദയിൽ നിന്ന് കപ്പൽ കടന്ന് വേണം പോകാൻ. ദിവസങ്ങളോളം കപ്പലിലിരുന്ന് വേണം എത്യോപ്യയിലേക്ക് എത്താൻ. ഫഇന്ന ബിഹാ മലികൻ ലാ യുദ്ലമു അഹദുൻ ഇൻദഹു, അവിടെയുള്ള ക്രിസ്തീയ ഭരണാധികാരി, അയാളുടെ ഭരണത്തിന് കീഴിൽ ആർക്കും ഒരു അനീതി ഉണ്ടാവുകയില്ല. നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ, അവിടെ നീതിമാനായ ഭരണാധികാരിയുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ലോകത്തെ ഒരു one of the mainstream religions of the world is Christianity. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈസാ നബിയുടെ സന്ദേശവുമായി പോയിട്ടുണ്ട്. സെയിന്റുമാർ, സെന്റ് പോൾ, സെന്റ് ജോൺ, സെന്റ് പൗലോസ്, ഒരുപാട് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ക്രിസ്തീയ രാജാവായിരുന്നു അസ്ഹമ അൻ-നജാശി. അദ്ദേഹം പിന്നീട് മുസ്ലിമായി. ആ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ ചെറിയൊരു സംഘം ആളുകൾ, വെറും 12ഓളം ആളുകൾ ഹിജ്റ നബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ 5ാം വർഷം എത്യോപ്യയിലേക്ക് കടന്നു പോകുന്നു. അവരുടെ നേതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാൻ. 12 പുരുഷന്മാരും 4 പെണ്ണുങ്ങളും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാൻ ആദ്യ ഹിജ്റയുടെ നേതാവ്. ആദ്യത്തെ ഹിജ്റ മദീനയിലേക്കല്ല, ആദ്യത്തെ ഹിജ്റ എത്യോപ്യയിലേക്കാണ്. ഒരു സമൂഹം നാടും വീടും വിട്ട് യാത്ര ചെയ്ത ദാരുണമായൊരു അനുഭവം. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ യാത്രയിൽ പുണ്യ ഹബീബിന്റെ പ്രിയപ്പെട്ട മോളുണ്ട്. ഹബീബിന്റെ മോള് യാത്ര ചെയ്ത യാത്രയാണത്. ആരാണ് ആ മോളെന്നറിയുമോ? അത് ഹബീബിന്റെ കണ്ണിലുണ്ടിയായ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖയ്യ ബീവിയുണ്ട്. റുഖയ്യ ബീവിയെയും കൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പുതിയ പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. 12 ആണുങ്ങളിൽ ഉസ്മാൻ എന്നവർ ഒരാള്, 4 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ്. മഹദിയായ ഹബീബിന്റെ ഭാര്യ, ഹബീബിന്റെ മോൾ റുഖയ്യ റളിയല്ലാഹു അൻഹയാണ്.
ഹബീബായ തങ്ങൾ പറഞ്ഞു ഇന്നഹുമാ അവ്വലു ബൈത്തിൻ ഹാജറ ഫീ സബീലില്ലാഹി ബഅദ ഇബ്രാഹീമ വലൂത്തിൻ അലൈഹിമുസ്സലാം. ഇബ്രാഹിം നബിയുടെ കസിനായിരുന്ന ലൂത്ത് നബിയും രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി ഹിജ്റ ചെയ്തതിന് ശേഷം ഒരു വീട്ടുകാർ ഒരുമിച്ച് ഹിജ്റ പോകുന്നത് എന്റെ മോൾ റുഖയ്യയും എന്റെ പുതിയാപ്പിള ഉസ്മാനുമാണ് റളിയല്ലാഹു അൻഹുമാ. ഒരു യാത്രയായിരുന്നു അത്. ഹബീബിന്റെ മോള് യാത്രയാകുന്നു. എന്ന് തിരിച്ചു വരും. അക്കരയെത്തുമോ കരയടുക്കുമോ? കടലിലൂടെയുള്ള യാത്രയാണ്. സ്വകാര്യമായി മരുഭൂമിയിലൂടെ 100ഓളം കിലോമീറ്ററുകൾ നടന്ന് ജദ്ദയിൽ നിന്ന് കപ്പൽ പിടിച്ച് എത്യോപ്യയിലേക്ക് നജാഷി രാജാവിന്റെ മുമ്പിലേക്ക് കടന്നു പോകുന്നു. ഹബീബിന്റെ മോള് റുഖയ്യ റളിയല്ലാഹു അൻഹയും ഹബീബിന്റെ പുതിയാപ്പിള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും. അവരേതാനും വർഷങ്ങൾ അവിടെ നിന്നു. അപ്പോഴേക്കും മക്കയിൽ നിന്നൊരു ന്യൂസ് വന്നു. മക്കക്കാർ മുഴുവനും മുസ്ലിമീങ്ങളായിരിക്കുന്നു. മക്കക്കാര് മുഴുവനും മുസ്ലിമീങ്ങളായിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ആ വാർത്ത ശരിയായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സൂറത്തുൻ നജ്ം ഇറങ്ങിയ നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ സൂറത്തുൻ നജ്ം ഓതിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ സൂറയാണ്. ഖുറൈശികൾ എല്ലാവരും പുണ്യ നബിയുടെ രാത്രിയിലെ നിസ്കാരത്തിന്റെ മധുരിമ കാണാൻ ആസ്വദിക്കാൻ അവിടെ ഓരോരുത്തരും അവിടെ കാത്തുനിൽപ്പുണ്ട്. അവർ ആസ്വദിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. പുണ്യനിബിതങ്ങൾ ഈ സൂറകളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ ഈ സൂറയുടെ അവസാന ഭാഗം തിലാവത്തിന്റെ സുജൂദുള്ള ആയത്താണ്. ലൈസൽ അസിഫത്തിൽ ആസിഫ ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. അല്ലാഹുവിന് സുജൂദ് ചെയ്യണമേ, അല്ലാഹുവിനെ വണങ്ങണമേ എന്ന ആയത്തെത്തിയപ്പോൾ പുണ്യനിബിതങ്ങൾ സുജൂദിലേക്ക് പോയപ്പോ കണ്ടുനിന്ന മുഴുവൻ ഖുറൈശികളും അവരറിയാതെ സുജൂദിൽ വീണുപോയിട്ടുണ്ട്. ഇത് മക്കയിൽ നടന്നൊരു അത്ഭുതമാണ്. അവരാരും സുജൂദ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഖുർആൻ എന്തൊരു മനോഹരമാണ്. അസിഫത്തിൽ ആസിഫ, the end time has come near. ലോകാവസാനം വന്നെടുത്തിരിക്കുന്നു. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. Allah is the one who going to expose it. അല്ലാഹു അന്ത്യനാളിനെ കൊണ്ടുവരുന്നവനാണ്. അഫമിൻ ഹാദൽ ഹദീഥി തഅജബൂൻ. Do you wonder about this Quran? നിങ്ങൾക്ക് ഖുർആൻ കണ്ടുകൊണ്ട് അത്ഭുതം തോന്നുകയാണോ? വതദ്ഹഖൂന വലാ തബ്കൂൻ. And you laugh and you don't cry. നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലയോ? കണ്ണുകൾ നനയുന്നില്ലയോ? വഅൻതും സാമിദൂൻ. You stand stubborn. അഹങ്കാരികളായി നോക്കി നിൽക്കുകയാണോ? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. Fall down in prostration to Allah. അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീഴണേ. വഅബ്ദൂ,
and worship him, cherish him. അല്ലാഹുവിനെ വണങ്ങണേ, അല്ലാഹുവിനെ വഴിപ്പെടണേ, അല്ലാഹുവിനെ ആരാധിക്കണേ. ഈ ആയത്ത് അങ്ങോട്ട് ഓതിയപ്പോഴേ സർവ്വ ഖുറൈശി പ്രമാണിമാരും സുജൂദിലേക്ക് അങ്ങ് പോയി. ആ വാർത്തയാണ് എത്യോപ്യയിലേക്ക് എത്തുന്നത്. മുസ്ലിമീങ്ങളെ ഖുറൈശികൾ എല്ലാവരും മുസ്ലിമായിരിക്കുന്നു. മക്കയിൽ അവർ മുസ്ലിമായതായിരുന്നില്ല, പക്ഷേ വാർത്തകൾ വന്നത് അങ്ങനെയാണ്. ഖുറൈശികൾ മുഴുവനും സുജൂദിൽ വീണു. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു മനോഹാരിതയാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും ഖുർആനിന്റെ മനോഹരമായ പാരായണം മുസ്ലിമീങ്ങൾ നടത്തണം, അവരെ കേൾക്കണം. ഖുർആൻ കേൾക്കുന്നത് ഇബാദത്താണ്, ഓതുന്നത് ഇബാദത്തായ പോലെ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നതും ഇബാദത്താണ്. ആ മധുരമായ വരികൾക്ക് ശ്രദ്ധ കൊടുത്താൽ ഇത് അല്ലാഹുവിന്റെ വാക്കുകളാണെന്ന് ബോധിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണ് നനയാതിരിക്കില്ല എന്ന് മാത്രമല്ല, ഖുർആൻ ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കുന്നു. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപജയം എല്ലാ വാട്സപ്പുകളും ഫേസ്ബുക്ക് പേജുകളും നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലെ നൂലാമാലകൾ മുഴുവനും വാറോലകൾ മുഴുവനും വായിച്ചു തീർക്കുമ്പോഴും അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ ഒരു പേജ് പോലും ഓതാൻ സൗഭാഗ്യമില്ലാത്തവരായി നമ്മൾ മാറുകയല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? എന്തെല്ലാം ഫിത്നകളും ഫസാദുകളും ആളുകൾ പേജുകളോളം എഴുതിവിടുമ്പോ പേജുകളോളം മറിച്ച് 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 ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും പകയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും എഴുതുന്നത് ക്ഷമയോടെ വായിക്കുമ്പോഴും അല്ലാഹുവിന്റെ മധുരമായ കലാം ഒന്ന് ഓതി നോക്കാൻ സാധിക്കാതിരിക്കുന്നത് എത്ര വലിയ അപജയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت اللازفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. മനസ്സിനുള്ളിൽ തൗഹീദിനോട് വിദ്വേഷമുണ്ടായിരുന്ന ബഹുദൈവാരാധന ഹൃദയം കുടിച്ചു വെച്ചിരുന്ന ആളുകൾ പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾ കേട്ടപ്പോൾ അവരറിയാതെ കഅബാലയത്തിന്റെ മുന്നിൽ സുജൂദിൽ അവർ വീണുപോയി. ആ സുജൂദിൽ വീണത് ഖുർആനിന്റെ ഒരു മാസ്മരികതയാണെന്ന് പറയാം, ഇഅ്ജാസാണെന്ന് പറയാം, അത്ഭുതമാണെന്ന് പറയാം. ഖുർആൻ ഹൃദയത്തിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാം. എത്യോപ്യയിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ കേൾക്കുന്നത് വിശുദ്ധ ഹബീബിനോടൊപ്പം ഖുറൈശികൾ എല്ലാവരും സുജൂദിൽ വീണിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾ സന്തോഷത്തോടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് കൊതിയൂറി. അവരെല്ലാവരും തിരിച്ചു വരുന്നു. 12 പുരുഷന്മാരും 4 പെണ്ണുങ്ങളും മക്കയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ആ വാർത്ത ശരിയായിരുന്നില്ല എന്ന്. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബികളെ, നിങ്ങളുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോളൂ, നിങ്ങളിവരെ വെച്ചേക്കില്ല. ഹബീബായ നബി തങ്ങൾ ഹാഷിമിയാണ്, ഖുറശിയാണ്. അബൂ താലിബിന്റെ പ്രൊട്ടക്ഷനിൽ ഹബീബായ നബി തങ്ങൾ അവരാരും തൊടില്ല.
എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടവിടെ, സുഹൈബ് റൂമിയുണ്ട്, പാവങ്ങളായ സ്വഹാബിമാരുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടേക്കണമെന്ന് പറഞ്ഞ് പുണ്യനബി രണ്ടാമതും അവരെ ഹബശയിലേക്ക് അയക്കുന്നു. 83 പുരുഷന്മാരും 18 പെണ്ണുങ്ങളും അടങ്ങുന്ന രണ്ടാമത്തെ സംഘം. ആ സംഘത്തിലെ വാചാലനായ പ്രഭാഷകനാണ് ഹബീബായ നബി തങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മകൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് രണ്ടാമതും കടന്നുകളഞ്ഞു എന്ന് കേട്ടപ്പോ അവരെ തേടി പിടിക്കാൻ വേണ്ടി മക്കക്കാർ ആളുകൾ അയച്ചുവല്ലോ. 2 പ്രമാണിമാരെ, അംർ ഇബ്നുൽ ആസ്, അന്ന് സ്വഹാബിയല്ല, റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു അൻഹു, 2 പേരും ഇസ്ലാം സ്വീകരിക്കുന്നു പിന്നീട്. എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്, ശത്രുക്കളാണവർ. നജാഷി രാജാവുമായി കച്ചവട ബന്ധമുണ്ട് മക്കക്കാർക്ക്. ഒരുപാട് സമ്മാനങ്ങൾ, തോലുകൊണ്ടുണ്ടാക്കിയ എന്തൊക്കെയോ സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ മഹാനായ രാജാവിന് സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി രാജാവിന്റെ മുമ്പിലേക്ക് വന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് എന്നവർ വർഷങ്ങൾ കഴിഞ്ഞ് മുസ്ലിമായി വരുന്നൊരു നേരമുണ്ട്. മദീന പള്ളിയിൽ വാങ്ക് വിളിച്ച് സ്വഹാബിമാര് മുഴുവനും കച്ചവടങ്ങളൊക്കെ, ഷോപ്പുകൾ ഷട്ടറടക്കാതെ തുറന്നു വെച്ച് നിസ്കരിക്കാൻ പോകുന്നൊരു കാലമായിരുന്നത്. ആരും ഒരു സാധനവും മോഷ്ടിക്കൂല, ആരും അത് എടുത്തുകൊണ്ടുപോകൂല, അവിടെ തന്നെ വെച്ചുകൊണ്ട് അവര് നിസ്കരിക്കാൻ വേണ്ടി പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മുടെ നാടുകളിലുമൊക്കെ കഴിഞ്ഞ തലമുറകളിൽ നമുക്ക് ഓർമ്മയുണ്ടാകാം. ആരും ഒന്നും എടുക്കൂല, അമാനത്താണത്, അമാനും രക്ഷയുമുള്ള കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കയറി നടുമുറ്റത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഹബീബിന്റെ മുമ്പിൽ വരുന്നൊരു രംഗമുണ്ട്. അത് ഹുദൈബിയ സന്ധിക്കൊക്കെ ശേഷം, ഹുദൈബിയ സന്ധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരുമ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വരുമ്പോ ഇതേ ജഅഫർ എന്നവര് അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മുഖം നോക്കിയിട്ട് പറയുന്നുണ്ട്, അംർ, you came to arrest me. എത്യോപ്യയിൽ പോയ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവരാനെന്ന് രാജാവിന്റെ മുമ്പിൽ ബ്രൈബ് ചെയ്ത് കൈക്കൂലി കൊടുത്ത് രാജാവിനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ടുവരാൻ വന്ന പോലെ ഇന്നും ഞങ്ങളെ പിടിക്കാൻ വന്നതാണോ അംർ ഇബ്നുൽ ആസേ? ഞാൻ കൈനീട്ടി തരണോ എന്ന് പറഞ്ഞ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു തമാശ രൂപേണ കൈനീട്ടി കൊടുക്കുമ്പോ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയുന്നുണ്ട്, ജഅഫർ, ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാൻ വന്നതല്ല, എന്റെ കൈ നിങ്ങളൊന്ന് പിടിക്കണേ, എന്നെ ഒന്ന് സ്വീകരിക്കണേ എന്ന് പറയാൻ വന്നതാണ്. എന്നെ നിങ്ങൾ സ്വീകരിക്കണേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഅദ് റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പന തോട്ടത്തിൽ ഏതാനും ചില ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ് അവരെ ആംബുഷ് ചെയ്യാൻ, അവരെ ആക്രമിക്കാൻ കുതിരപ്പുറത്ത് വന്ന അംർ ഇബ്നുൽ ആസ് എന്നവർ മെല്ലെ കേട്ടതാണ് തന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ വെളിച്ചം കയറാൻ കാരണം. സഅദ് എന്നവര് ആ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അത് ഹുദൈബിയ സന്ധിക്ക് ശേഷം 2 വർഷം യുദ്ധം പാടില്ലെന്ന് പറഞ്ഞ കാലം ഇസ്ലാം ഒരു കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങളുടെ റസൂൽ ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? ഞങ്ങളുടെ റസൂൽ അള്ളാഹുവിന്റെ ദൂതരാണെന്ന് പറയുന്ന നബിയാണ്, അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറയുന്ന നബിയാണ്. പുണ്യനബി താൻ ആരെക്കാളും മീതയാണ് എന്ന ഭാവം പുണ്യനബിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവര് സയ്യിദുൽ ബശറാണ്, അഫ്ളലുർ റുസുലാണ്, അള്ളാഹുവിന്റെ മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ്.
അത്രയും വലിയ അഫ്ളലുൽ ഖൽഖായിരുന്നിട്ട് പോലും ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, നമ്മൾ ഒരാളും മറ്റൊരാളെക്കാൾ മീതയാണെന്ന് ചിന്തിച്ചു പോകരുത്. എന്നിട്ട് സഅദ് എന്നവർ കഥ പറയുന്നുണ്ട്, ഞങ്ങൾ അന്നൊരിക്കൽ ഒരു രാത്രി ഭക്ഷണം പാകം ചെയ്യാൻ രാത്രി സമയം ഞങ്ങൾ സൈന്യം തിരിച്ചു നടക്കുമ്പോൾ വഴിവക്കിൽ ഞങ്ങൾ തങ്ങിയപ്പോ ഓരോരുത്തര് മാംസമുണ്ട കൊണ്ടുവരുന്നു, പാത്രങ്ങൾ കഴുകുന്നു, കല്ലുകൾ കൊണ്ടുവരുന്നു, ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, പാകം ചെയ്യുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വെക്കാനുള്ള വിറക് കൊണ്ടുവരാം, തീ കത്തിക്കാനുള്ള വിറക് ഞങ്ങൾ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം എന്ന് പുണ്യനബി പറഞ്ഞപ്പോ സഅദ് എന്നവർ പറഞ്ഞു, നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരല്ലയോ, അല്ലാഹുവിന്റെ റസൂലല്ലയോ, ഞങ്ങൾ കൊണ്ടുവരാം നബിയേ, അങ്ങ് ഇരുന്നാൽ മതി. We will do it for you. You may sit down. ഹബീബാ നബിയുടെ മറുപടി, സഅദേ, Allah doesn't like a person who thinks himself above somebody else. മറ്റുള്ളവരെക്കാളും താൻ മീതയാണ്, താൻ മേലെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല സഅദേ എന്ന് പറഞ്ഞ് ഹബീബായി ഞങ്ങളുടെ പ്രവാചകർ ഫയർവുഡ്സ്, തീ കത്തിക്കാനുള്ള വിറക്, ആ ഭക്ഷണം പാകം ചെയ്യാൻ കൊണ്ടുവന്ന നബിയാണ് ഞങ്ങളുടെ നബി. അംറു ബിൻ ആസ് എന്നവരുടെ മനസ്സിലെ അഹങ്കാരം ഉരുകിത്തീരുകയാണ്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് മാറ്റം വരികയാണ്. പാറ പോലെ ഉറച്ചിരുന്ന കല്ലായ ഹൃദയത്തിനുള്ളിൽ നിന്നും വിനയത്തിന്റെ തെളിനീരൊഴുകുകയാണ്. ഹബീബിനെ കാണണം, ഈ റസൂലിനെ എത്ര നാൾ ഞാൻ എതിർത്ത് ജീവിക്കും. അങ്ങനെ ഹബീബിന്റെ മുമ്പിൽ വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണ്, ആരാധനക്കർഹനായവൻ അല്ലാഹു ഒരേ ഒരുവൻ മാത്രമാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ഈ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പിന്നീട് മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. മറ്റൊരു ചരിത്രം. ഈ സംഭവം നടക്കുമ്പോൾ മക്കക്കാരുടെ പ്രതിനിധിയാണ്, മക്കക്കാരുടെ നേതാവാണ്. ഞാനീ പറയുന്നത് ഇസ്ലാം എന്താണ്, എന്ത് മാറ്റമാണ് ഇസ്ലാം ജനങ്ങളിൽ ഉണ്ടാക്കിയത്, എന്ത് മാറ്റമാണ് ഇസ്ലാം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്ത് മാറ്റമാണ്, എന്ത് നന്മയാണ്, എന്ത് വാല്യൂസാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെക്കാനുള്ളത്, ഇത് മനസ്സിലാക്കി തരുന്ന സംഭവമാണിത്. അംറു ബിൻ ആസ് ഒരുപാട് സമ്മാനം. നജാഷി ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് അവിടുത്തെ പാട്രിയാർക്കീസുമാർ, നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലെ മിനിസ്റ്റേഴ്സ്, അവരെല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കയിൽ നിന്ന് ഓടി വന്ന ചില ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് പറയാൻ വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ രാജാവിന്റെ മുമ്പിൽ ഈ വിഷയം ഞാനും എൻ്റെ സഹപ്രവർത്തകൻ അബ്ദുല്ലാഹി ബിൻ അബി റബീഅയും അവതരിപ്പിക്കുമ്പോ ഞങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. പറഞ്ഞു തുടങ്ങി, രാജാവേ, ഞങ്ങളുടെ നാടിൽ നിന്ന് certain runaway slaves have escaped to your kingdom. ഞങ്ങളുടെ നാടിൽ നിന്ന് ചില അടിമകൾ നിങ്ങളുടെ നാടിലേക്ക് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. However, there are some free men among them. എല്ലാവരും അടിമകളല്ല, കുറച്ച് സ്വതന്ത്രന്മാരുമുണ്ട്. ഞങ്ങൾക്കവരെ തിരിച്ചു കിട്ടണം, ഞങ്ങൾക്കവരെ തിരിച്ചു കിട്ടണം. അതിനെന്താണ് മാർഗം? നജാഷി രാജാവ് നീതിമാനായ ഭരണാധികാരിയാണ്. ലാ യുദ്ലമു ഇൻദഹു അഹദുൻ, no one will be oppressed in his kingdom. ഇതാണ് പുണ്യനബി ആ ക്രിസ്തീയ രാജാവിന് കൊടുത്ത ബഹുമതി. ഒരാളും ആ രാജാവിന്റെ ഭരണകൂടത്തിൽ അനീതിക്ക് വിധേയമാവുകയില്ല. He will treat each and everyone with fairness and justice. നീതിയോടുകൂടെ, ഒരുമയോടെ, സമത്വത്തോടെ എല്ലാവരെയും കാണുന്ന ഒരു രാജാവാണ് അദ്ദേഹം. അദ്ദേഹം മുസ്ലിമായി. പിന്നീട് ഈ നജാഷി രാജാവ് മരണപ്പെട്ടു എന്ന് പുണ്യനബി മദീനയിൽ കേട്ടപ്പോഴാണ്. നജാഷി രാജാവിന്റെ ജനാസ എത്യോപ്യയിലാണ്, പക്ഷേ ആ രാജാവിന് വേണ്ടി മദീന പള്ളിയിൽ ഗായിബിന്റെ മയ്യിത്ത് പുണ്യനബി നിസ്കരിച്ചിട്ടുണ്ട്. നജാഷി രാജാവിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് മദീന പള്ളിയിൽ പുണ്യനബി ഒരാൾക്ക് വേണ്ടിയേ മയ്യിത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. ഗായിബിന്റെ മയ്യിത്ത്, ജനാസ മുമ്പിലില്ലാത്ത മയ്യിത്ത്, അത് നജാഷി രാജാവിന് വേണ്ടിയാണ്.
നജാഷി രാജാവ് ചോദിച്ചു, എനിക്ക് അംർ ഇബ്നുൽ ആസ്, ഞാനും നിങ്ങളും we are friends from a long time. നമ്മുടെ സൗഹൃദം ഒരു വഴിക്ക് അവിടെ ഇരിക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅ, I know you since a long time. നിങ്ങളും എൻ്റെ സുഹൃത്താണ്, പരിചയക്കാരനാണ്. പക്ഷേ നിങ്ങൾ ആരെ സംബന്ധിച്ചാണോ ഈ അക്യൂസേഷൻ നിങ്ങൾ പറയുന്നത്, I have to talk to them before I can take any action. എനിക്ക് അവരുമായി സംസാരിക്കണം. ആരാണ് ആ മുസ്ലിമീങ്ങൾ? അപ്പോൾ അത്ഭുതം നടക്കുന്നുണ്ട്. രാജാവ് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ തലപ്പാവ് ധരിച്ച സ്വഹാബിമാർ 83 പുരുഷന്മാർ ആ സദസ്സിലവിടെയുണ്ട്. അവരൊരു മൂലയിൽ ഇങ്ങനെ വെള്ളക്കുപ്പായവും വെള്ള തലപ്പാവും ധരിച്ചവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. രാജാവ് വരുമ്പോ കൊട്ടാരത്തിലെ രാജാവിന്റെ മന്ത്രിമാർ, കൊട്ടാരത്തിലെ സേവകന്മാർ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിന്റെ നടുവിലൂടെ രാജാവ് തന്റെ ത്രോണിലേക്ക് കടന്നു വരുമ്പോ നജാഷി രാജാവിനെ കണ്ടപ്പോൾ മുഴുവൻ ആളുകളും തലകുനിച്ചു റുകൂഇലേക്ക് പോയി. മുസ്ലിമീങ്ങൾ ആ നൃത്തം നിന്നവിടെ. അപ്പൊ അംർ ഇബ്നുൽ ആസ് പറയുന്നുണ്ട്, he will hang them. അങ്ങനെ നിൽക്കട്ടെ, തലകുനിയാത്ത ഇവന്മാരെ രാജാവ് തൂക്കിലേറ്റും. പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം തന്റെ സ്റ്റേജിൽ കയറി നിന്നു. തന്റെ ത്രോണിൽ ഇരിക്കുന്നതിന് മുമ്പ് why you didn't bow down yourselves? നിങ്ങൾ എന്തേ എനിക്ക് വേണ്ടി തലകുനിക്കാത്തത് എന്ന് ചോദിച്ചു. സ്വഹാബിമാർ ഒരുമിച്ച് മറുപടി പറഞ്ഞു, we kneel only in front of Allah. ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ മുട്ടുമടക്കുകയുള്ളൂ, ഞങ്ങൾ തലകുനിക്കുകയുള്ളൂ. അപ്പൊ രാജാവിന്റെ ചോദ്യം, നിങ്ങളുടെ പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കാറില്ലേ? പറഞ്ഞു, ഇല്ല. He is messenger of God and a slave and servant of Allah. ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രവാചകൻ അല്ലാഹുവിന്റെ തിരുദൂതരാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ഞങ്ങളുടെ സുജൂദ് സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രമാണ്. അപ്പോഴേക്കും അംർ ഇബ്നുൽ ആസ് എന്നവർ ചാടി എണീറ്റു. രാജാവ്, പ്രവാചകൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാനുണ്ടോ എന്ന് ചോദിക്കൂ. പ്രവാചകന്മാർ എന്ന് പറയുമ്പോ അവർക്ക് മുഅ്ജിസത്തുകൾ വേണം. രാജാവ് ചോദിച്ചു, യെസ്, ഡെഫിനറ്റ്ലി prophets should have mountains of miracles. മാമലകളോളം വരുന്ന അത്ഭുതങ്ങൾ വേണം പ്രവാചകന്മാർക്ക്. Where is the miracle of your prophets? നിങ്ങളുടെ പ്രവാചകരുടെ മഹാത്ഭുതം എവിടെ, മുഅ്ജിസത്ത് എവിടെ? ജാഫർ തങ്ങൾ പറഞ്ഞു, the miracle of our prophet is the holy Quran. വിശുദ്ധമായ ഖുർആനാണ് ഞങ്ങളുടെ പ്രവാചകന്റെ മഹാത്ഭുതം. അംർ ഇബ്നുൽ ആസ് കളിയാക്കുന്നുണ്ട്, a book written by a man and attributed to Allah, to God. ഒരു മനുഷ്യൻ എഴുതിയത്, പടച്ചവൻ ഉണ്ടാക്കിയത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമെന്ന്. അംർ ഇബ്നുൽ ആസിന്റെ ഈ വാക്കുകൾക്ക് മറുപടി പറയാൻ ഒരുങ്ങുകയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ തങ്ങൾ ചോദിച്ചു, രാജാവേ, if you let me speak, എനിക്ക് ചിലത് ഇവിടെ സംസാരിക്കണമെന്നുണ്ട്. ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ എന്തിനിവിടെ വന്നു, എന്തിന് ഞങ്ങൾ നിങ്ങളുടെ നാടിൽ അഭയം തേടി എന്നതിന്റെ കാരണം ഞങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. Come closer to me, എൻ്റെ അരികത്തേക്ക് വാ. Collect yourself, സമാധാനത്തോടെ സംസാരിച്ചോളൂ. I beg you to collect yourself. രാജാവ് സമാധാനം കൊടുത്തു സംസാരിക്കാൻ. ജഅഫർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു തുടങ്ങി. അയ്യുഹൽ മലിക്, യോ മജസ്റ്റി, രാജാവേ, ഞാൻ ഈ പറയുന്നത് ഒരു ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ ശകലമാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ. ഇത് നമ്മുടെ യുവതലമുറയുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. ആധുനിക അന്ധകാരങ്ങളെ വീക്ഷിക്കാൻ കഴിയുന്ന വിധമാണ് ഈ വാക്കുകൾ. ഇതൊരു പഴയകാല ജാഹിലിയ്യത്തിന്റെ പരാമർശമാണ്. പക്ഷേ ആധുനിക 21-ാം നൂറ്റാണ്ടിന്റെ ജാഹിലിയ്യത്തിനെ നമുക്കതിൽ നിന്ന് വീക്ഷിക്കാൻ കഴിയും. അയ്യുഹൽ മലിക്, യോ മജസ്റ്റി, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യ, we were living in the time of ignorance. ഞങ്ങൾ അറിവില്ലായ്മയുടെ അജ്ഞാന കാലത്ത് ജീവിച്ചവരായിരുന്നു. രാജാവേ, ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു.
അറിവില്ലായിരുന്നു. ബാക്കിയൊക്കെ ഉണ്ട്, അറിവില്ലായിരുന്നു. നഅ്ബുദുൽ അസ്നാമ വനഅകുലുൽ മീത. We used to worship idols and statues. വനഅകുലുൽ മീത. We were eating dead. ചത്തുപോയ മൃഗങ്ങളെ, അറവു ചെയ്യാതെ ചത്തുകിടക്കുന്ന മൃഗങ്ങളെ തിന്നവരായിരുന്നു രാജാവേ ഞങ്ങൾ. ബിംബങ്ങളുടെ മുമ്പിൽ പൂജ ചെയ്തവരാണ്. എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുമായിരുന്നു രാജാവേ. We used to do all indecent acts, fornication, adultery, robbery, murder. ഞങ്ങൾ ചെയ്യാത്ത തിന്മകളില്ല. കൊലപാതകം, പിടിച്ചുപറി, മോഷണം, വ്യഭിചാരം, തോന്നിവാസങ്ങൾ, മോശമായ പദപ്രയോഗങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നവരായിരുന്നു ഞങ്ങൾ. ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അവരെന്തായിരുന്നുവോ ഇപ്പോൾ എന്തായി മാറിയോ ഇത് പറയുന്ന മനോഹരമായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഭാഷണം. ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിച്ചു. വനുസീഉൽ ജിവാർ. ഞങ്ങളുടെ അയൽപക്കക്കാരോട് മോശമായി പെരുമാറുന്നവരായിരുന്നു രാജാവേ ഞങ്ങൾ. വയക്കുലു മിന്നൽ ഖവിയ്യുൽ ലഈഫ്. The strong among us would eat the poor. ഞങ്ങളിലെ പാവപ്പെട്ടവരെ, ഞങ്ങളിലെ കയ്യൂക്കുള്ളവർ തിന്നുമായിരുന്നു, എന്ന് പറഞ്ഞാൽ ആക്രമിക്കുമായിരുന്നു. ഫകുന്നാ അലാ ദാലിക്. ഇങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പർപ്പസ് ഓഫ് ലൈഫ്. എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് ആഖിറം? ആരാണ് അല്ലാഹു? എന്താണ് നന്മകളെന്നറിയാതെ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ. ഞങ്ങളിൽ നിന്നൊരു റസൂലിനെ അല്ലാഹു ഞങ്ങൾക്ക് നിയോഗിച്ചു തന്നു. ആ നബിയാണ് നമ്മുടെ കണ്ണിലുണ്ണിയായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. Allah has sent to us a messenger from among ourselves. ഞങ്ങളിൽ നിന്നൊരു പ്രവാചകനെ. നഅരിഫു ഇസ്മഹു വനസബഹു വസിദ്ഖഹു വഅമാനതഹു വഅഫാഫഹു. ആ പ്രവാചകന്റെ പേര് ഞങ്ങൾക്കറിയാം, ആ പ്രവാചകന്റെ തറവാട് ഞങ്ങൾക്കറിയാം, ആ പ്രവാചകരുടെ സത്യസന്ധത ഞങ്ങൾക്കറിയാം, ആ പ്രവാചകരുടെ സൽസ്വഭാവം അറിയാം, ചാരിത്രശുദ്ധി അറിയാം. We know him by his name, his tradition, his family, his chastity, his honesty and truthfulness. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ഫദഅനാ ഇലല്ലാഹ്. ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക് ഞങ്ങളെ വിളിച്ചു ആ പ്രവാചകൻ. എന്തിന്? ലിനുവഹിദഹു. ലോകത്തിന്റെ സൃഷ്ടാവ് ഒരുവനാണ് എന്ന് പറയാൻ, ഒരേ ഒരുത്തനാണ്. വനഅബുദഹു. ആ അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാനും ഞങ്ങളെ വിളിച്ചു ആ പ്രവാചകർ. അവര് സത്യമാണ് പറയുന്നത് ഞങ്ങൾക്കറിയാം, അവര് നുണ പറയാത്തവരാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങൾക്ക് മുമ്പിൽ വളർന്നവരാണ്. ആ സത്യസന്ധതയുടെ വെളിച്ചത്തിൽ ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത് സ്വന്തം ആവശ്യങ്ങൾക്ക് പൈസ വേണമെന്നല്ല. ഞങ്ങളോട് പറഞ്ഞത് ലിനുവഹിദല്ലാഹ് ഫദഅനാ ഇലല്ലാഹി ലിനുവഹിദഹു വനഅബുദഹു. He called us to Allah to worship him alone. അല്ലാഹു ഒരുവനാണ്. وَنَخْلَعَ مَا كُنَّا نَعْبُدُ نَحْنُ وَآبَاؤُنَا مِنْ دُونِهِ مِنَ الْحِجَارَةِ وَالْأَوْثَانِ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പൂജിച്ചു പോന്നിരുന്ന കല്ലു ദൈവങ്ങളെ, ബിംബങ്ങളെ ഒഴിവാക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. وَأَمَرَنَا بِصِدْقِ الْحَدِيثِ. ഞങ്ങളോട് പറഞ്ഞു that we should speak only truth. സത്യമേ പറയാവൂ എന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്തു ഞങ്ങളുടെ പ്രവാചകർ. അംർ ഇബ്നുൽ ആസ് ഇങ്ങനെ കേൾക്കാണ് ദേഷ്യത്തോടുകൂടെ. തന്റെ കൂട്ടുകാരനും നോക്കി നിൽക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബീ റബീഅ രാജാവ് മൗനിയായി കേൾക്കുകയാണ്.
ജഅഫർ റളിയല്ലാഹു അൻഹു മനോഹരമായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വഅജാഇൽ അമാന, ഞങ്ങളോട് പറഞ്ഞു അമാനത്ത് നിങ്ങളെ സൂക്ഷിച്ചു ഏൽപ്പിച്ചത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളാരും വിശ്വാസവഞ്ചന ചെയ്യരുത് എന്ന് ഞങ്ങളോട് ഈ പ്രവാചകൻ പഠിപ്പിച്ചു രാജാവേ. He told us to speak truth and to return the trusted. നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വസിലത്തുർ റഹിം, and to tighten the family ties, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു. വഹുസ്നിൽ ജിവാർ, and to be good to our neighbors, നമ്മുടെ അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറഞ്ഞു. വൽ കഫി അനിൽ മഹാരിമി വദ്ദിമാ, that we should not shed blood, ആരുടെയും രക്തം ചിന്തരുത് എന്ന് പറഞ്ഞു. ഹറാമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. We should not go near anything that is forbidden, അല്ലാഹു നിരോധിച്ചത് ചെയ്യരുതേ എന്ന് ഞങ്ങളോട് പറഞ്ഞു. വനഹാന അനിൽ ഫവാഹിഷ്, വ്യഭിചരിക്കരുതേ എന്ന് പറഞ്ഞു. കള്ളു കുടിക്കരുതേ എന്ന് പറഞ്ഞു. വഖൗലിസ്സൂർ, നിരപരാധികൾക്ക് മേൽ കേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങളാരും കള്ളസാക്ഷ്യം പറയരുതേ എന്ന് പറഞ്ഞു. നുണയുണ്ടാക്കി കേസ് കൊടുക്കരുതേ എന്ന് പറഞ്ഞു. അതിനാരും സാക്ഷി പറയരുതേ എന്ന് പറഞ്ഞു. വഅകിലി മാലിൽ യതീം, we should not eat the food of orphans, യതീമുകളായ പാവങ്ങളുടെ അന്നം തിന്നരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. വഖദ്ഫിൽ മുഹ്സനാത്ത്, അഭിമാനത്തോടെ ഇസ്ലാമിന്റെ വേഷവിധാനം ധരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നിങ്ങളാരും വ്യഭിചാര ആരോപണം നടത്തരുത്. You should not accuse the chaste women. وأمرنا أن نعبد الله وحده لا نشرك به شيئا. He told us to worship Allah alone and not to associate anything with Allah and anyone with Allah. അല്ലാഹു ഒരുവനാണ്, അവനെ പങ്കുകാരില്ല, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. വഅമറനാ ബിസ്സലാഹ്, he told us to pray 5 times a day. 5 നേരം അല്ലാഹുവിന് വേണ്ടി വുളു എടുത്ത് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിർബന്ധമായും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. വസ്സകാത്ത്, that we should give charity, അല്ലാഹുവിന് വേണ്ടി സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. വസ്സിയാം, and we should fast Ramadan, റമദാനിൽ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. ഫസദ്ദഖ്നാ, രാജാവേ ഇതെല്ലാം ഒരു സത്യസന്ധനായ മനുഷ്യൻ ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോ we believed him, ഞങ്ങൾ അവരെ വിശ്വസിച്ചു. വആമന്നാ ബിഹി, we trusted him. വത്തബഅനാ അലാ മാ ജാഅനാ ബിഹി മിൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ ഞങ്ങളത് പിൻപറ്റി. ഞങ്ങൾ ആ പ്രവാചകൻ പഠിപ്പിച്ച ഹറാമാണെന്ന് പറഞ്ഞു, അവിടുന്ന് ഹലാലാണെന്ന് പറഞ്ഞത് ഹലാലാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഫഅദാ അലൈനാ ഖൗമുനാ, അംർ ഇബ്നുൽ ആസ് അടക്കം അബൂജഹൽ അടക്കമുള്ള ഉമയ്യത്ത് അടക്കമുള്ള ആളുകൾ അതിന്റെ പേരിലാണ് ഞങ്ങളോട് ദേഷ്യം വെച്ചത്. ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് എന്തിനാണ് ഏകം സത്വം ബഹുധാ കൽപ്പയന്തി യോം ദേവനാം നാമധാ ഏക ഏവ, പുരാണങ്ങളും ഭവിഷ്യൽ പുരാണങ്ങളും ഹൈന്ദമത ദർശനങ്ങളും പറയുന്നത് പരബ്രഹ്മം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ബഹുധാ കൽപ്പയന്തി, ആ ദൈവത്തെ പലതായി നമ്മൾ സങ്കല്പിക്കുകയാണ്. യോം ദേവനാം നാമധാ ഏക ഏവ, ഏതൊരു ദൈവത്തെയാണോ വിവിധ നാമങ്ങളിട്ട് വിളിക്കുന്നത് ആ ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആർഷ സംസ്കാരത്തിന്റെ ഒരു വിശ്വാസമുണ്ട്. ഇസ്ലാം വിശ്വാസവും ഏകദൈവ വിശ്വാസം തന്നെ. അതിന്റെ പേരിൽ ഇവർ ഞങ്ങളോട് ശത്രുത വെച്ചു. ഫഅസ്സബൂനാ, they persecuted us, ഞങ്ങളെ ശിക്ഷിച്ചു. വഫതനൂനാ അൻ ദീനിനാ,
നിസ്കരിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചില്ല. എന്തിന്? അള്ളാഹുവിനെ നിർത്തിവെച്ച് ബഹുദൈവാരാധനയിലേക്ക് പോകണം എന്നവർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചെയ്തിരുന്ന തെറ്റുകൾ, ഞങ്ങൾ മദ്യപിക്കണമെന്നാണ് അവരുടെ ആവശ്യം, ഞങ്ങൾ വ്യഭിചരിക്കണമെന്നാണ് അവരുടെ ആവശ്യം, ഞങ്ങൾ നുണ പറഞ്ഞും പിടിച്ചു പറിച്ചും തോന്നിവാസം ചെയ്തും അസഭ്യം പുലമ്പിയും ഞങ്ങൾ ജീവിക്കണമെന്ന് ഞങ്ങളോട് വാശി പിടിച്ച് ഞങ്ങളെ അവർ ശിക്ഷിച്ചു. ഒരുപാട് ആളുകളെ ഞങ്ങളിൽ നിന്നവർ കൊന്നുകളഞ്ഞു. ഞങ്ങളാരും വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സർവേശ്വരനായ സർവപ്രതാപിയായ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിച്ചു എന്നൊരൊറ്റ തെറ്റു മാത്രമേ ഞങ്ങൾ അവരോട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളാരും അവരിൽ നിന്നൊരു നയാ പൈസ പോലും ചോദിച്ചില്ല. അവരുടെ വീടുകളെ ഞങ്ങൾ ആക്രമിച്ചില്ല. ഞങ്ങളാരും അവരെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആദർശം ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ സങ്കുചിതമായ മനോഭാവത്തോടെ ഞങ്ങളിലെ നിരപരാധികളെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞവരാണ് ഈ അംറു ബിൻ ആസിന്റെ ആളുകൾ. അതുകൊണ്ട് രാജാവേ, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ. അവിടെ അശ്ഹമത്തുൽ നജാഷി എന്ന് പറയുന്ന ക്രിസ്തീയ രാജാവുണ്ട്. അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ നല്ല വേദഗ്രന്ഥങ്ങൾ പഠിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ അനീതിയുണ്ടാവില്ല. അങ്ങനെ വന്നവരാണ് ഞങ്ങൾ. രാജാവേ, നിങ്ങൾ ഞങ്ങളോട് അനീതി ചെയ്യില്ലെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നജാഷി കേട്ട് അത്ഭുതപ്പെടുകയാണ്. ചോദിച്ചു, നിങ്ങളുടെ പടച്ചവൻ നിങ്ങളുടെ പ്രവാചകന് കൈമാറി എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആനുണ്ടല്ലോ, അതിലെന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്കൊന്ന് കേൾക്കാൻ. ഓതിക്കൊടുക്കുകയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. വിശുദ്ധമായ സൂറത്ത് മറിയം ഓതി കൊടുക്കുകയാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ പ്രവാചകൻ അല്ലാഹുവിനെ ഓർത്തത്, ആ ചരിത്രവും കരുണയും നബിയെ നിങ്ങളൊന്ന് ചൊല്ലിക്കൊടുക്കൂ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഇവിടെ ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ ആയത്തില്. സക്കരിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളെന്നാണ് ഹിബ്രു ഭാഷയിൽ. അള്ളാഹു ആ പേര് പറയുന്നത് നോക്കണം. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പ്രവാചകൻ എന്ന് പറയുന്നിടത്ത് അള്ളാഹു റഹ്മത്തിന്റെ ഒരു ദിക്റിനെ പറഞ്ഞവിടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് പറയപ്പെടുന്ന സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ നബിയേ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅലർ റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ. അള്ളാഹുവിനോട് 90 വയസ്സ് കഴിഞ്ഞിട്ട് റബ്ബേ എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് ചോദിക്കാൻ മടിയില്ലാതെ പോയ സക്കരിയ നബി അലൈഹിസ്സലാം, എനിക്ക് കുഞ്ഞിനെ വേണം റബ്ബേ. വഷ്തഅല റഅസു ശൈബാ, തല നരബാധിച്ച് തിളങ്ങുകയാണ്. എന്നാലും പടച്ചവനെ, നിന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരിക്കലും എനിക്ക് നഷ്ടം വരികയില്ലല്ലോ. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. ആമോനാണ് യഹ്യ അലൈഹിസ്സലാം. ആമോനാണ് യഹ്യ അലൈഹിസ്സലാം. യഹ്യ അലൈഹിസ്സലാം.
ഈ കഴിഞ്ഞ ബുധനാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ തുർക്കിയിൽ പോയിരുന്നു. അവിടെ യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൻ്റെ ഒരു എല്ലിൻ്റെ കഷ്ണം ഒരു സ്വർണത്തിൻ്റെ മനോഹരമായൊരു കവചത്തിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മഹാനവറുകൾ കൊല ചെയ്യപ്പെട്ട നബിയാണ്, ഷഹീദായ നബിയാണ്. യഹ്യാ നബിയുടെ തലയോട്ടിയുടെ ഒരു കഷ്ണവുമുണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തുർക്കി ടോപ്കാപ്പി മ്യൂസിയത്തിൽ. സക്കരിയ നബി അലൈഹിസ്സലാമും ഷഹീദാണ്, മകൻ ഇപ്പറഞ്ഞ യഹ്യാ നബിയും ഷഹീദാണ്. ഒരു അഭിസാരികയ്ക്ക് വേണ്ടി അന്നത്തെ രാജാവ് തലയിറുത്തു കൊന്നു മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ. ബത്ലഹേമിലല്ല, താഴെ ജെറിക്കോ, അരീഹ എന്ന അറബിയിൽ പറയുന്ന ജെറിക്കോയിൽ ദഅവത്ത് നടത്തിയിരുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ 30 കിലോമീറ്റർ താഴെ ചാവുകടലിന്റെ അടുത്ത് ദഅവത്ത് ചെയ്തിരുന്ന യഹ്യാ നബി അലൈഹിസ്സലാം. ആ യഹ്യാ നബിയുടെ ചരിത്രം ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ നജാഷി കരഞ്ഞു എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു. നജാഷിക്ക് അറബി അറിയില്ല. ഖുർആനിന്റെ മഹത്വം അതാണ്. ഭാഷ അറിയില്ലെങ്കിലും നിങ്ങൾ ഖുർആൻ കേൾക്കണം, ഖുർആൻ ഓതാൻ ശ്രമിക്കണം. അറബി ഭാഷ ഓതാൻ അറിയില്ലെങ്കിൽ, ഖുർആൻ അറബിയിൽ ഓതാൻ അറിയില്ലെങ്കിൽ അത് പ്ലേ ചെയ്ത് കേൾക്കണം. ഖുർആൻ കേൾക്കുന്നത് ഇബാദത്താണ്. ഫബകാ വല്ലാഹി നജാഷി. യഹ്യാ നബിയുടെ ഈ ചരിത്രം പറയുമ്പോൾ നജാഷി രാജാവ് കരഞ്ഞു. കരഞ്ഞെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ താടി മുഴുവൻ കണ്ണുനീരുകൊണ്ട് നനഞ്ഞുപോയി. ആ സദസ്സിലുണ്ടായിരുന്ന ക്രിസ്തീയ പുരോഹിതന്മാർ മുഴുവൻ ആളുകളും കരഞ്ഞു, തേങ്ങി തേങ്ങി കരഞ്ഞു. അവർക്ക് അറബി അറിയൂല, അവർക്ക് അറബി ഭാഷ അറിയില്ല. എന്നാൽ സൂറത്തു മറിയം കേട്ടപ്പോൾ, ജഅഫർ റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തപ്പോ അവർ തേങ്ങി തേങ്ങി കരഞ്ഞു. ഹത്താ അഖ്ളലു മസാഹിഫഹും ഹീന സമിഉ മാ തലാ അലൈഹിം. അവരുടെ കൈകളിൽ ബൈബിളിന്റെ കോപ്പിയുണ്ടായിരുന്നു. ആ ബൈബിളിന്റെ കോപ്പി പിടിച്ചു നിൽക്കുന്ന അവിടുത്തെ ക്രിസ്തീയ പാട്രിയാർക്കുമാർ സൂറത്തു മറിയമിലെ ആയത്തുകൾ കേട്ടപ്പോ ആ പേജുകൾ നനഞ്ഞു കുതിർന്നു പോയിട്ടുണ്ട് അവരുടെ കണ്ണുനീര് കാരണം. അതാണ് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിത് ഓതുന്നത് സന്തോഷവും ആനന്ദവും കിട്ടാൻ, മ്യൂസിക്കും ഹറാമായ പാട്ടുകളും കേൾക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി, ആനന്ദവും സന്തോഷവും കിട്ടാൻ, കാണാൻ പാടില്ലാത്തതോ നോക്കാൻ പാടില്ലാത്തതോ നോക്കി ആസ്വാദനം കാണുന്നവരുടെ മുമ്പിലേക്ക്, ആസ്വാദനത്തിന് വേണ്ടി ഹറാമുകളെ സമീപിക്കുന്നവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനുള്ളപ്പോൾ എന്തിനാണ് സത്യവിശ്വാസികൾക്ക് മറ്റൊരു വഴി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നാം ഇറക്കിത്തരുന്നത് നിങ്ങൾക്ക് ശിഫയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഖുർആൻ ശിഫയാണ്. We send down to you cure and mercy. അല്ലാഹു ഇറക്കിത്തരുന്നത് രോഗത്തിന് ശമനമാണ്. ഹീലിംഗ് and mercy of Allah. ഇത് അല്ലാഹുവിന്റെ കരുണയാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ മനുഷ്യൻ സന്തോഷിക്കാനാണ്? അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ ആശ്വാസം വരാനാണ്? ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹു നിയന്ത്രിക്കുന്ന ഒരു അത്ഭുതമായ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നേരിട്ട് റബ്ബിന്റെ 2 വിരലുകൾക്കിടയിൽ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ അവയവം ഹൃദയമാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അൽ ഖുലൂബു
ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ യഖ്ലിബുഹാ കൈഫ യശാ. Hearts are in between two fingers of the divine mercy. അല്ലാഹുവിന്റെ കരുണയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഹൃദയങ്ങൾ. യഖ്ലിബുഹാ കൈഫ യശാ. Allah flips it the way he wants. നമുക്ക് സന്തോഷം വേണമെങ്കിൽ ആ റഹ്മത്തിന്റെ വിരലുകളിലാണ് അത് കിടക്കുന്നത്. ദുഃഖവും സന്തോഷവും ആനന്ദവും എല്ലാം ലഭിക്കുന്നത് ആ കരുണയുടെ വിരലുകൾക്കിടയിൽ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു റഹ്മത്താണ് ഇറക്കി തന്നത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മുൽ കിതാബ്, ഈ ഖുർആൻ എന്ന കിതാബിന്റെ മദറാണ്, ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരാൾക്ക് തന്റെ ഉമ്മയുടെ പ്രാധാന്യം എത്രയാണ്? അങ്ങനെയെങ്കിൽ ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ ഓതുമ്പോ എന്തൊരു സന്തോഷം വേണം നമുക്ക്, എന്തൊരു മനസ്സാന്നിധ്യം വേണം, എന്തൊരു ഖുശൂഅ് വേണം. ഞാൻ എൻ്റെ റബ്ബിന്റെ വചനങ്ങളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്തൊരു മനോഹരമാണ് സൂറത്തുൽ ഫാത്തിഹ. ആമീൻ. വലദ്ദാല്ലീൻ. ആമീൻ. ഉത്തരം നൽകണേ റബ്ബേ. സന്മാർഗികളുടെ, നീ അനുഗ്രഹം ചെയ്തവരുടെ, നിന്റെ കോപം കിട്ടാത്തവരുടെ, മാർഗഭ്രംശം സംഭവിക്കാത്തവരുടെ നേരായ മാർഗത്തിലേക്ക് എന്നുമെന്നും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരേണമേ എന്ന് ഒരു ദിവസം 17 തവണ സൂറത്തുൽ ഫാത്തിഹ മാത്രം നമ്മൾ ഓതുന്നുണ്ട്. നിർബന്ധമായ ഫർള് നിസ്കാരത്തിൽ മാത്രം 17 തവണ, മിനിമം 17 times a day. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വേറെ ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ അത് കൂലി വേറെ. അല്ലാഹുവിന്റെ വചനം റഹ്മത്താണ്, ഇത് കരുണയാണ്, ഇതുകൊണ്ടേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് നമ്മൾ ഓർക്കണം. അറബി ഭാഷ അറിയാത്ത എത്യോപ്യൻ രാജാവ് നജാഷി കരഞ്ഞു, കൂടെയുള്ള പാട്രിയാർക്കീസുമാർ കരഞ്ഞു, അവരുടെ വേദഗ്രന്ഥം കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കുതിർത്തു. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പാരായണം കേട്ടപ്പോ നജാഷി രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകൻ ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന അദ്ദേഹം ക്രിസ്തീയ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലമായിരുന്നു അത്. ഞാൻ പറയുന്ന എൻ്റെ യേശു ക്രിസ്തുവും നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയും ലയഖ്റുജു മിൻ മിഷ്കാത്തിൻ വാഹിദ്, ഒരു പ്രകാശ ഗോപുരത്തിൽ നിന്നാണ് രണ്ടുപേരുടെയും പ്രകാശം വരുന്നത് എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും അംർ ഇബ്നുൽ ആസിന്റെ മുഖമങ്ങ് വല്ലാണ്ടായിപ്പോയി. കാരണം ഇവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാ. രാജാവ് ഇവര് പറഞ്ഞതിൽ ആകൃഷ്ടനായിരിക്കുകയാണിപ്പോ. What you Muhammad say and my dear Lord Jesus say come from the same niche. ഒരേ ഒരു മിഷ്കാത്തിൽ നിന്നാണ്, പ്രകാശത്തിന്റെ മാളത്തിൽ നിന്നാണ് രണ്ടും കടന്നു വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അംർ ഇബ്നുൽ ആസ് പറഞ്ഞു തന്റെ കൂട്ടുകാരനോട്, അബ്ദുല്ലാ, നീ നോക്കിക്കോ, നാളെ ഞാനൊരു പുതിയ ഐഡിയയുമായി രാജാവിന്റെ മുമ്പിലേക്ക് വരും. ഇവരെ വിട്ടാൽ പറ്റില്ല. അപ്പൊ കൂടെയുള്ള അബ്ദുള്ള പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു റബീഅ പറഞ്ഞു, വേണോ അംർ ഇബ്നുൽ ആസ്, ഇവരൊക്കെ നമ്മുടെ കുടുംബക്കാരല്ലേ. ആഫ്റ്റർ ഓൾ they are all our relatives. നമ്മുടെ ബന്ധുക്കളാണ്. we have the relationship of kith and kin. നമ്മൾ തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അവരെ വിട്ടേച്ച് പോവല്ലേ നമ്മള്? പറ്റില്ല. ഇവരെ നമ്മൾ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി ഇവരെ നമ്മൾ വധിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. നോക്കണം,
വയംകുറൂന വയംകുറുല്ലാഹ്. ശത്രുക്കൾ ചിലത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലാഹു അതിനപ്പുറം പ്ലാൻ ചെയ്യുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹുവിന്റെ സ്ട്രാറ്റജി ആയിരിക്കും നടക്കുന്നത്. നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് പ്രപ്പോസ് ചെയ്യാം, നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം, നമുക്ക് വിഷൻ ആൻഡ് മിഷൻ നമുക്ക് ഫോം ചെയ്യാം. പക്ഷേ what happens on the grounds, it's only what Allah decrees. ഇതാണ് വിഷയം. ഇതാണ് ഖദർ. ഇതാണ് ഖദർ. നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഖൈറും ഷർറും അല്ലാഹുവേ നീ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. അംർ ഇബ്നുൽ ആസിന്റെ തീരുമാനം ഈ സ്വഹാബിമാരെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവരെ ഇഞ്ചിഞ്ചായി വധിക്കണമെന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് എന്നവർക്കെന്ന് മനസ്സിലായില്ല. പിറ്റേന്ന് വന്നപ്പോ രാജാവിനോട് ചെന്ന് ഒരു കുതന്ത്രം മെനയാൻ തുടങ്ങി. രണ്ട് മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ നോക്കി. അത് ശത്രുക്കൾ എന്നും ചെയ്യുന്ന പണിയാണ്. മതവിശ്വാസികളെ മതമില്ലാത്തവരങ്ങ് സ്ക്രൂ കയറ്റും, രണ്ടുപേരും തമ്മിലടിപ്പിക്കും. അങ്ങനെ അവര് പുറത്തിരുന്നങ്ങ് ചിരിക്കുക. നിരീശ്വരവാദികളും മതമില്ലാത്തവരും മതവിശ്വാസികളും മുഴുവൻ റിലീജിയസ് പീപ്പിൾ ആർ ക്രേസി എന്ന് പറയും. അവരങ്ങ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് അവരങ്ങ് ചിരിച്ച് മുതലെടുക്കും. അംർ ഇബ്നുൽ ആസ് അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ബുദ്ധിമാനായ രാജാവ് ഉണർന്ന് പ്രവർത്തിച്ചു. ഇവിടെ രണ്ട് മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മനുഷ്യർ സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ടവരാണ്. മനുഷ്യർ people should live in tolerance, shoulder to shoulder, in harmony and peace. There should never be war and fights. There should never be hatred and resentment. We are brothers and sisters of one father and one mother, Adam and Hawa alayhim assalam. നമ്മളൊക്കെ ഒരു പിതാവിന്റെയും ഒരു ഉമ്മയുടെയും മക്കളാണ്. തമ്മിൽ തല്ലാൻ വന്നവരല്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആശയങ്ങളിൽ ഏതാണ് നല്ലത് എന്ന് മനുഷ്യൻ ചിന്തിക്കണം. Man should do philosophical debates, intellectual conversations to find out which is truth and which is false. എന്നല്ലാതെ നമ്മൾ ആയുധമെടുക്കേണ്ടവരല്ല. എന്താ രാജാവിനോട് പറഞ്ഞെന്നറിയോ? രാജാവേ, ഇന്നലെ ജഅഫറിന്റെ പ്രസംഗം കേട്ട് നിങ്ങളങ്ങ് തരിച്ചു പോയല്ലേ? ഒരു കാര്യം അവർ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഈസ എന്ന് പറയുന്ന യേശുക്രിസ്തു, അവര് പറയുന്നത് പ്രവാചകൻ എന്നാണ്, ദൈവമെന്നാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവരെ നിങ്ങളുടെ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവരാണ്. രാജാവ് വിളിച്ചു, ജാഫർ, what do you say about my dear Lord Jesus? എൻ്റെ പടച്ചവനായ ജീസസിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? മഹാനവറുകൾ ചോദിച്ചു, shall I recite to you from the Holy Quran? We say what our Prophet Muhammad sallallahu alaihi wasallam taught us. ഞങ്ങളുടെ പ്രവാചകൻ എന്താണോ ഞങ്ങളെ പഠിപ്പിച്ചത് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. വിശുദ്ധ ഖുർആൻ വേണമെങ്കിൽ ഞാൻ ഓതിത്തരാം. അദ്ദേഹം പറഞ്ഞു, ഓത് എന്ന് പറഞ്ഞു. ജഅഫർ റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയം ഈസ നബിയുടെ ജനനം പറയുന്ന മനോഹരമായ ഭാഗം അങ്ങ് ഓതിക്കൊടുത്തു. യാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനാ إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. مريم ബീവി റളിയല്ലാഹു അൻഹാ ചാരിത്രശുദ്ധിയുള്ള പെണ്ണാണ്. അവർ വ്യഭിചരിച്ചവരല്ല. മറിയം was a chaste woman. She had never done fornication. അവരൊരിക്കലും വ്യഭിചാരം ചെയ്തവരല്ല. മാലാഖ
റൂഹുൽ അമീൻ, റൂഹുൽ ഖുദ്സ്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയം ബീവി ജിബ്രീലിനോട് അലൈഹിസ്സലാമിനോട് പറയുന്നൊരു വാക്ക് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നു. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നമ്മുടെ ആത്മാവിനെ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം, തനസ്സലുൽ മലായികത്തു വറൂഹ്, ജിബ്രീൽ എന്നാണ് റൂഹിന്റെ അവിടുത്തെ അർത്ഥം. എന്ന പോലെ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, he appeared, the angel appeared in front of her like a perfect young man, good looking handsome young man, ഒരു സുന്ദരനായ ഒരു പുരുഷനായി മറിയം ബീവിയുടെ മുമ്പിൽ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം. ഖാലത്, she said, മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. പെൺകുട്ടികളെ, വിദ്യാർത്ഥിനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, കേൾക്കണേ. അല്ലാഹു പേരെടുത്തു പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂറയുണ്ടെങ്കിൽ അത് മറിയമാണ് റളിയല്ലാഹു അൻഹാ, ഈസാ നബിയുടെ ഉമ്മയായ മറിയം അലൈഹസ്സലാം. അലൈഹസ്സലാം എന്ന് പറയാം, മറിയം അലൈഹസ്സലാം. ആ മറിയം ബീവിയുടെ പേരിലാണ് ഖുർആൻ ഒരു പെണ്ണിന്റെ പേരിൽ സൂറയുള്ളത്. മഹദി റളിയല്ലാഹു അൻഹാ ഒരു സുമുഖനായ ചെറുപ്പക്കാരനെ മുമ്പിൽ കണ്ടപ്പോൾ മറിയം ബീവി കുളിച്ചു വരികയാണ്. കുളിച്ച് വൃത്തിയായി വരുന്ന വഴിവക്കിലാണ് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഖാലത്, മഹദി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, കാരുണ്യവാനേ അല്ലാഹുവേ, ഇയാളിൽ നിന്ന് എന്നെ നീ കാത്തുകൊള്ളേണമേ. ഇൻ കുൻത തഖിയാ, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ ചെറുപ്പക്കാരാ? ഒരു പ്രായപൂർത്തിയെത്തിയ ഒരു അന്യ പെണ്ണിന്റെ മുമ്പിലാണോ നീ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലയോ എന്ന് ചോദിച്ച മറിയമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നോക്കണം, ഈക്വാലിറ്റി, ഫ്രീഡം. ഇന്നത്തെ മോട്ടോ അതാണ്, ഫ്രീഡം. വി വാണ്ട് ടു ബി ഫ്രീ. എന്താണാവോ ആ പറഞ്ഞതിന്റെ താല്പര്യം? മനുഷ്യ ശരീരത്തിന് തോന്നുന്ന സർവ്വ തിന്മകളും തോന്നാൻ, സർവ്വ തിന്മകളും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണേ, ഞങ്ങളെ ആരും തുടരുത്, ഞങ്ങളെ ആരും ഗുണദോഷിക്കരുത് എന്ന് പറയുന്ന യുവതലമുറ കേൾക്കണം. വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ വെച്ചത് എത്ര മനോഹരമായ സംസ്കാരമാണ്. ഇന്നി അഊദു ബിർറഹ്മാൻ. ഒരു തിന്മയുടെ സാഹചര്യം വന്നപ്പോ അള്ളാഹുവിനെ ഓർത്തവരാണ് മറിയം ബീവി. മറിയം ബീവി വിവാഹിതയല്ല, എന്നാൽ പ്രായപൂർത്തിയായ പെണ്ണാണ്. ഹോർമോണുകൾ അവർക്കില്ലേ? ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവിടെ ഉണ്ടാവില്ലേ? ഹോർമോൺ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലേ? എന്നാൽ ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, you should be afraid of Allah. അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ മനുഷ്യ എന്ന് ചോദിച്ച മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹ. ഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്, I am the messenger of your Lord. മറിയമേ, നിങ്ങളുടെ പടച്ചതമ്പുരാന്റെ ദൂതനാണ് ഞാൻ മനുഷ്യനല്ല. I may seem to be a human, but I'm not. മനുഷ്യരൂപത്തിലാ വന്നത്, പക്ഷെ ഞാൻ മനുഷ്യനല്ല. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്, എന്തിനാ വന്നതെന്നറിയോ? ലി അഹബ ലകി ഗുലാമൻ സകിയാ, I came to give you a sacred son. പരിശുദ്ധനായ ഒരു മോനെ, പരിശുദ്ധനായ ഒരു മോനെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി വന്നതാണു ഞാൻ. എന്താ മറിയം ബീവി പറയുന്ന മറുപടി? യുവാക്കളെ കേൾക്കണം, ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ മോശക്കാരാണെന്ന് വിചാരിക്കപ്പെടുന്ന കാലം, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അത് മോശമാണെന്ന് വിചാരിക്കപ്പെടുന്ന കാലം. What a culture. ഒരു ആൾക്കൊരു
ഒരു ബോയ് ഫ്രണ്ട്, ഒരു ഗേളിനൊരു ബോയ് ഫ്രണ്ട്, ഒരു ബോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട്, ഒരു ഗേളിനൊരു ബോയ് ഫ്രണ്ട്, ഇതില്ലെങ്കിൽ ഇറ്റ്സ് അബ്സേർഡ് എന്ന് വിചാരിക്കപ്പെടുന്ന കാലം. യാ അല്ലാഹ്, അന്നാ യകൂനു ലീ ഗുലാം, how can I have a son walam yamsasni bashar, when no man has touched me, walam aku baghiya, and I'm not a doer of mischief. ഞാൻ തെറ്റ് ചെയ്യുന്നവളല്ലല്ലോ, ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ലല്ലോ, അങ്ങനത്തെ ഞാനെങ്ങനെ ഗർഭം ധരിക്കാനാണ്? എന്തൊരു നിഷ്കളങ്കമായ ചോദ്യമല്ലേ. ഒരാളും എന്നെ തൊട്ടില്ല എന്ന് പറയുന്ന വാക്ക് പോലും, വ്യഭിചാരം ചെയ്തില്ല എന്ന വാക്കിന് പകരം ആ വാക്ക് പോലും പറയാൻ അറച്ചുകൊണ്ട് ഒരു മനുഷ്യനും ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. വലം യംസസ്നി ബശർ, no man has touched me, how can I bear son? എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പറ്റും? ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ലല്ലോ, ഞാൻ വ്യഭിചാരം ചെയ്യുന്നവളുമല്ലല്ലോ എന്ന് പറഞ്ഞ മഹദിയാണ്. പെണ്ണുങ്ങളിൽ കാമിലച്ചുകളായ പെണ്ണുങ്ങൾ കുറവാണ്, എന്നാൽ 4 പെണ്ണുങ്ങൾ മഹദികളാണ്, പരമമായ ഔന്നിത്യം പ്രാപിച്ചവരാണെന്ന് പുണ്യനബി പറഞ്ഞവരിലുണ്ട്. മറിയം അലൈഹിസ്സലാം, ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ, ഖദീജ ബിൻതു ഖുവൈലിദ്, വഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ മോൾ ഫാത്തിമ ബീവിയും പുണ്യനബിയുടെ ആദ്യ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയും ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ ബിൻതു മുസാഹിം, പിന്നെ മറിയം ബിൻതു ഇമ്രാൻ, ഈ 4 പെണ്ണുങ്ങളും പെണ്ണുങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചവരാണ്. പെണ്ണുങ്ങളിൽ അധിക പേരും പൂർണ്ണത പ്രാപിച്ചവരില്ല, പുരുഷന്മാരിൽ കൂടുതലുണ്ട്. എന്നാൽ പെണ്ണുങ്ങളിൽ ഖമുലമിനൻ നിസാഇ അർബഉൻ എന്ന് പറഞ്ഞവരിലുണ്ട് മറിയം റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് this is my appeal to our students, boys and girls that are physically mature. Allah set some boundaries. Allah has set some boundaries for you and for all of us. Do not trespass that boundary. Do not trespass that boundary. അള്ളാഹു വെച്ച ചില നിബന്ധനകളും ചില മതിൽക്കെട്ടുകളുമുണ്ട്. ആ മതിൽക്കെട്ടുകളെ മറികടക്കരുത്. Be chaste. Control your own bodily passions and caprices. Be mindful of Allah. Ihfazillah yahfazuk. Be mindful of Allah and Allah will protect you. Ihfazillah tajiduhu tujahak. Be mindful of Allah and you can see Allah right in front of you. നമ്മുടെ വിദ്യാർത്ഥികൾ അതറിയണം. 8 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് പുണ്യനബി പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്. 8 വയസ്സുള്ള മോനെ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും മോനെ, അല്ലാഹുവിനെ ഭയപ്പെടണം മോനെ, പടച്ച തമ്പുരാനെ നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഹബീബിന്റെ നസീഹയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇത് കേൾക്കണം. ഒരുപാട് വിദ്യാർത്ഥികൾ നിൽക്കുന്ന പ്രദേശമാണ് ദേർലഘട്ടെ. അവരൊക്കെ നന്നായി പഠിക്കണം. നല്ല സംസ്കാരവും അറിവും ജ്ഞാനവുമുള്ള പടച്ചവനെ പിടിക്കുന്ന നല്ല മക്കളായി വളരണം. അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. മറിയം ബീവിയുടെ ചരിത്രം ജഅഫർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നത് കണ്ണുകൾ നനഞ്ഞുകൊണ്ട് കേൾക്കുന്ന അസ്ഹമ എന്ന് പറയുന്ന നജാഷി രാജാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാം, എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാനാണ് ജിബ്രീലേ മലക്കേ, വലം യംസസ്നി ബശർ, എന്നെ ഒരാളും തൊട്ടില്ലല്ലോ, വലം അകു ബഗിയ, ഞാനൊരു അഭിസാരികയുമല്ലല്ലോ. ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹു ഹാസ് സെഡ് സോ, അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്. മറിയമേ, നിനക്ക് കുഞ്ഞുണ്ടാവുമെന്ന് അല്ലാഹു പറഞ്ഞു. ഹുവ അലയ്യ ഹയ്യിൻ, it is easy for him, അല്ലാഹുവിന് അത് എളുപ്പമാണ്. വലിനജ്അലഹു ആയതൻ ലിന്നാസ്,
ഈസ നബി ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ഈസ നബി ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. വറഹ്മതൻ മിന്നാ, അല്ലാഹുവിന്റെ കരുണയാണ്, റഹ്മത്താണ് ഈസ നബി. വകാന അംറൻ മഖ്ദിയാ, ദിസ് ഈസ് something preordained by Allah. അതുകൊണ്ട് മറിയമേ, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകാനുള്ള ഭാഗ്യമുണ്ട്. ഫഹമലതുഹു, she conceived him. ഫഹമലതുഹു, അവർ ഗർഭം ധരിച്ചു. ഫൻതബദത് ബിഹി മകാനൻ ഖസിയാ, ഒന്ന് ഓർക്കണേ, നിരപരാധിയായ ഒരു പെണ്ണ്, നിഷ്കളങ്കയായ ഒരു പെണ്ണ്, പ്രായപൂർത്തിയായ ഒരു പുരുഷന് പോലും തന്റെ ശരീരം തൊടാൻ കൊടുക്കാത്ത ഒരു പെണ്ണ് മഹദി റളിയല്ലാഹു അൻഹാ അത്ഭുതകരമായി ഗർഭം ധരിച്ചു. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം അവരിലേക്ക് റൂഹ് ഊതി കൊടുത്തു. ജൂതന്മാർ പറഞ്ഞു മറിയം ബീവി വ്യഭിചരിച്ചുവെന്ന്. ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു മറിയം ബീവി ദൈവമാണെന്ന്. വൺ ഓഫ് ദ ത്രീ, മൂന്ന് ത്രിയേകത്വങ്ങളിൽ ട്രിനിറ്റിയിൽ ഒന്ന് മറിയമാണെന്ന് പറഞ്ഞു. എന്നാൽ മുസ്ലിമീങ്ങൾ ഈ രണ്ട് എക്സ്ട്രീം ആശയങ്ങൾക്കും നടുവിലാണ്. മറിയം ബീവി വ്യഭിചരിച്ചിട്ടില്ല, എന്നാൽ മറിയം ബീവി ദൈവവുമല്ല, അവര് മഹദിയാണ്. ഈസ നബി ദൈവമാണെന്ന് പറഞ്ഞൊരു കൂട്ടര്, ജൂതന്മാര് പറഞ്ഞു ജാരസന്തതിയാണെന്ന്, മുസ്ലിമീങ്ങൾ പറഞ്ഞു അല്ല, രണ്ടുമല്ല. ഈസ നബി ആയതൻ മിന്നാ വലിനജഅലഹു ആയതൻ വറഹ്മതൻ മിന്നാ ആയതൻ ലിന്നാസ് വറഹ്മതൻ മിന്നാ. അത്ഭുതകരമായ ജനനമുണ്ടായ മഹാനാണ് ഈസ നബി. ജാരസന്തതിയല്ല, എന്നാൽ ദൈവമോ ദൈവപുത്രനോ അല്ല. റബ്ബിന്റെ കരുണയാണ്, അള്ളാന്റെ ദൃഷ്ടാന്തമാണ്. പ്രവാചകന്മാരിൽ അത്ഭുതത്തോടെ ജനനം കൊണ്ട പ്രവാചകനാണ്. ജീവിതം അത്ഭുതമാണ്, ഇനി മരണവും അത്ഭുതമായിരിക്കും. അതാണ് ഈസ ഇബ്നു മറിയം. ഫഅജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖ്ല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ. പ്രസവവേദന വരുമ്പോ പലരും കുത്തി ചോദിച്ചു, മറിയമേ, who is the father of your baby in your womb? ആരാണ് മറിയമേ നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പിതാവാരാണ്? I don't know, എനിക്കറിയില്ല. അവരെ ആക്ഷേപിച്ചു മറിയം ബീവിയെ. ഒരു വിഭാഗം കല്ലെറിയാൻ വന്നു. നിരപരാധിയായ മഹദി സഹിച്ച മാനസിക പീഡനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയ വേദനയായിരിക്കും അത്. സ്വന്തക്കാരോട് പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കാത്തവരുണ്ടാകില്ലേ? മറിയം ബീവി ഒറ്റ കാര്യമാണ് പറഞ്ഞത്, റബ്ബേ, എന്തിനു നീ എന്നെ പരീക്ഷിച്ചു? റബ്ബേ, എന്നെ ഒന്ന് മരിപ്പിച്ചുകൂടായിരുന്നോ? ബീവി പറഞ്ഞ വാക്കാണത്. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, had I been dead before this, ഇങ്ങനെ ഒരു പ്രസവം നടക്കുന്നതിന്റെ മുമ്പ് ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, വകുന്തു നസിയം മൻസിയാ, and I had become forgotten forever, for എന്നേക്കുമായി എന്നെ ആരും ഒന്ന് ഓർക്കാതിരുന്നെങ്കിൽ, എന്നെപ്പറ്റി ആരും ഒന്ന് പറയാതിരുന്നെങ്കിൽ, എന്റെ പേര് പോലും ആരും മിണ്ടാതിരുന്നെങ്കിൽ, എന്തിനു റബ്ബേ ഈ പരീക്ഷണം എന്ന് പറഞ്ഞപ്പോ ഫനാദാഹാ മിൻ തഹ്തിഹാ, മറിയം ബീവിയുടെ കാലിനടിയിൽ നിന്ന്, താഴ്വാരത്തിൽ നിന്ന് ഒരു വിളിയാളം കേട്ടു. അല്ലാ തഹ്സനീ, മറിയമേ സങ്കടപ്പെടരുത്, മറിയമേ, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നിങ്ങളുടെ കാലിനരികിലൂടെ നിങ്ങൾക്ക് മാത്രം കുടിക്കാനായി ഒരു അരുവീതാ ഒഴുക്കി തന്നിരിക്കുന്നു, അവിടെ നിന്ന് വെള്ളം കുടിച്ചോളൂ. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ആ ഈത്തപ്പന ഒന്ന് പിടിച്ചു കുലുക്കിക്കോളൂ. തുസാഖിത് അലൈകി റുതബൻ ജനിയ, മനോഹരമായ ഈത്തപ്പഴം അല്ലാഹു നിങ്ങൾക്ക് അവിടെ വീഴ്ത്തിത്തരും. നിങ്ങളൊന്ന് അനങ്ങണേ. പ്രസവിക്കാനൊരുങ്ങുന്ന മറിയം ബീവിയോട് ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞു. മെഡിക്കലി അത് വളരെ നല്ലതാണെന്ന് ഇന്ന് സയൻസ് അത് തെളിയിച്ചു. മറിയം റളിയല്ലാഹു അൻഹയോട് ഈത്തപ്പന പിടിച്ചു കുലുക്കാൻ പറയുന്നത് ഒരു ഫിസിക്കൽ എക്സസൈസ്, ഒരു വാമപ്പ് വേണം, ഒന്ന് ശരീരം അനങ്ങണം.
മറിയമേ കരയുന്ന കണ്ണുകളെ ഇനി കരയരുത്, കരയുന്ന കണ്ണുകളെ ഇനി കരയരുത്. മറിയമേ നിങ്ങളുടെ കണ്ണിന്റെ കുളിർമ വന്നിരിക്കുകയാണ്. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ. ആരെങ്കിലും വന്ന് മറിയമേ ആരാണ് കുഞ്ഞിന്റെ വാപ്പ എന്ന് ചോദിച്ചാൽ, മറിയമേ ആരാണ് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഫഖൂലി പറഞ്ഞേക്കണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. I have vowed to fast for Allah and I wouldn't be speaking to anyone today. ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുന്നില്ല. ഞാൻ അല്ലാഹുവിന് വേണ്ടി വ്രതമെടുക്കാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. അവർ ചോദിച്ചു, ഫഅതത് ബിഹി ഖൗമഹാ, സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് മറിയം ബീബി വരുമ്പോ, തഹ്മിലുഹു കുഞ്ഞു ബേബിയെയും പിടിച്ച് മറിയം ബീബി കടന്നു വരുന്ന രംഗം ആലോചിച്ചു. ഖാലൂ അവര് ചോദിച്ചു, യാ മറിയമു മറിയമേ ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ. മറിയം, you have done something absurd. മറിയം, എന്ത് പാതകമാണ് നിങ്ങൾ ചെയ്തത്? യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ പെങ്ങളെ, മാകാന അബൂകി ഇംറഅ സൗ, നിങ്ങളുടെ പിതാവ് മോശക്കാരനായിരുന്നില്ലല്ലോ. വമാ കാനത് ഉമ്മുകി, നിങ്ങളുടെ ഉമ്മയായ ഹന്നത്ത് ബീവി ബഗിയ, അവരും തെറ്റ് ചെയ്ത് ജീവിച്ചവരല്ലല്ലോ. എന്തേ മറിയമേ ഇത്? ആരാണ് ഈ കുഞ്ഞ്? നിങ്ങൾ കല്യാണം കഴിഞ്ഞവളല്ലല്ലോ. ഫഅശാറത് ഇലൈഹി, she pointed at Isa, മഹാനായ ഈസ നബിയോട് കൈനീട്ടി പറഞ്ഞു. ഖാലൂ അവര് ചോദിച്ചു, മറിയമേ ഈ കുഞ്ഞിനോട് ചോദിക്കണമെന്നാണോ? കൈഫ നുകല്ലിം മൻ കാന ഫിൽ മഹ്ദി സബിയ, how can we talk to someone who is still in the cradle? തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങളോട് സംസാരിക്കാനോ മറിയമേ? ഇതെന്തൊരു പരിഹാസമാണ്. അത് പറഞ്ഞപ്പോഴേക്കും ഖാൽ, ഈസ നബി എന്ന കുഞ്ഞ് സംസാരിച്ചു. ഈസ നബി എന്ന പിഞ്ചു പൈതൽ സംസാരിച്ചു. മണിക്കൂറുകൾ മാത്രം നേരമായ ഈസ നബി സംസാരിച്ചത് മുഅ്ജിസത്താണ്. ഇന്നി അബ്ദുല്ലാഹ്, I am the servant of Allah. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, he bestowed me with the book. അല്ലാഹു എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട്. വജഅലനി നബിയാ, he appointed me as a prophet. ഞാൻ പ്രവാചകനാണ്. വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും Allah made me blessed wherever I am. ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി. വഔസാനി ബിസ്സലാ, നിസ്കരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വസ്സകാ, സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. മാ ദുംതു ഹയ്യാ, as long as I am alive, ജീവിക്കുന്ന കാലത്തോളം നിസ്കരിക്കണം. ജീവിക്കുന്ന കാലത്തോളം നിസ്കരിക്കണം. ബോധമുള്ള കാലത്തോളം നിസ്കരിക്കണം. സകാത്ത് ഉണ്ടെങ്കിൽ സകാത്ത് കൊടുക്കണം. പിന്നെ പറഞ്ഞു, വബറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് കരുണയുള്ള മോനാവണം എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞു. എന്തേ പിതാവിനെ പറയാത്തത്? പിതാവില്ല. ആദം നബി അലൈഹിസ്സലാമിന് വാപ്പയുമില്ലല്ലോ ഉമ്മയുമില്ലല്ലോ. ഈസാ നബിക്ക് ഉമ്മയുണ്ട്, വാപ്പയില്ല. ഹവ്വാ ബീവിക്ക് പിതാവിന്റെ ഒരു അംശമുണ്ട്, എന്നാൽ ഉമ്മയില്ല. ആദം നബിയുടെ റബ്ബിൽ നിന്നാണ്, എന്നാൽ ഒരു ഉമ്മയില്ല. നമുക്ക് ഉമ്മയുണ്ട്, വാപ്പയുമുണ്ട്. ഇങ്ങനെ 4 സൃഷ്ടിപ്പ് ചെയ്തവനാണ് അല്ലാഹു. വഹുവൽ ഖല്ലാഖുൽ അലീം, അല്ലാഹു എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പ് അറിയുന്നവനാണ്. വിശുദ്ധമായ ഖുർആൻ 2 മതങ്ങളെ തമ്മിൽ തല്ലാതെ സത്യത്തിന്റെ മാർഗത്തേക്ക് ക്ഷണിക്കുന്ന ഈ വരികൾ കേട്ട് സ്തബ്ധനായി നിൽക്കുകയാണ് നജാഷി. മഹാനായ ഈസ നബി അലൈഹിസ്സലാം പറയുന്നു, വബറം ബിവാലിദതി,
നമ്മുടെ ഉമ്മമാരിൽ അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്ക്, നമ്മുടെ ഉപ്പമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും ആയുസ്സും ഇഫ്ഫത്തും ഈമാനും തഖ്വയും നൽകണേ റബ്ബേ. അവരിൽ മരിച്ചുപോയവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അവരുടെ ഖബറുകളെ പ്രകാശിപ്പിക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് മരിച്ചുപോയി. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉമ്മയും ഉപ്പയുമാണ്. നമ്മൾ മരിച്ചു പോകും. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ അല്ലാഹുവേ നീ നൽകണേ റബ്ബേ. വബർറം ബിവാലിദതി, ഉമ്മയുടെ മോള്, ഉമ്മയുടെ മോനെ, ഉമ്മയെ അത്രമേൽ ചേർത്ത് പിടിക്കുന്ന ആളുകൾ, ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവർ, ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നവർ, ഉമ്മ എന്ന് വിളിച്ച് ഉമ്മയുടെ കൈ പിടിച്ച് ചുറ്റിക്കളിച്ച് നടക്കുന്നവരെ ഉമ്മ എന്നത് ഒരഭിമാനമായി കാണുന്നവരാണ് വിശ്വാസി. ഉപ്പ എന്ന് പറയുന്നത് ഒരഭിമാനമായി കാണുന്നവരാണ് വിശ്വാസികൾ. വബർറം ബിവാലിദതി, മൂല്യം പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഇസ്ലാം വാല്യൂസ് പഠിപ്പിക്കുകയാണ്. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, ഞാൻ ഒരിക്കലും അഹങ്കാരിയല്ല, ഞാൻ പരാജയപ്പെട്ടു പോകുന്നവനുമല്ല. ഇതൊക്കെ പറഞ്ഞത് പല്ലുപോലും വരാതെ ഒരു പാല് കുടിക്കാനുള്ള നേരമേ ആയിട്ടുള്ളൂ. പിഞ്ചു പൈതലായ ഈസാ നബി പറഞ്ഞ വാക്കുകളാണിത്. അവരെല്ലാം അത് കേട്ടു. വസ്സലാമു അലയ്യ യൗമ വുലിദ്, ജനനം കൊണ്ട നാള്, ജനിച്ച ദിവസം, ആ ദിവസം മഹത്തുക്കളുടേത്. അവരുടെ ജനനത്തിന് മഹത്വമുണ്ട് എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ. സ്വാഭാവികമായ നമ്മുടെ ആരുടെയും ജന്മത്തെക്കുറിച്ചല്ല, പിറന്നാളിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഞാൻ പിറന്ന നാളിൽ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം എൻ്റെ മേൽ സമാധാനമാണ്. വയൗമ അമൂത്, ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബ്അഥു ഹയ്യാ, ഞാൻ പുനരുദ്ധാരണം നൽകപ്പെട്ട് പരലോകത്ത് മണ്ണിൽ നിന്ന് എഴുന്നേൽക്കുന്ന നാളിലും അല്ലാഹു എനിക്ക് സമാധാനം നൽകി. ഇനിയാണ് അവസാന വചനം പറയുന്നത്. ذَلِكَ عِيسَى ابْنُ مَرْيَمَ, this is the story of Jesus son of Mary. മറിയമിന്റെ പുത്രൻ ഈസാ നബിയുടെ ചരിത്രം ഇതാണ്. قَوْلَ الْحَقِّ الَّذِي فِيهِ يَمْتَرُونَ, this is the word of truth, the which you are quarreling upon. നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിലെ സത്യസന്ധമായ വിവരണം ഇതാണ്. മാ കാന ലില്ലാഹി മിൻ വലദിൻ സുബ്ഹാന, കാരുണ്യവാനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിന് ഒരു പുത്രനോ? എന്തിന്? ഇദാ ഖദാ അംറ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അങ്ങനെ ഒരു പുത്രൻ വേണമെങ്കിൽ 10,000 പുത്രന്മാരുണ്ടാവാൻ കുൻ എന്ന ഒരു അള്ളാന്റെ ഇറാദത്ത് മാത്രം പോരെയോ? എന്തിന് നിങ്ങൾ റബ്ബിന്റെ മേൽ മക്കളെ ആരോപിക്കുന്നു? ഒരു വാപ്പയുടെ മകൻ എന്ന് പറയുന്നത് വാപ്പയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഈസാ നബി അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞാൽ ദൈവത്വം, ദിവ്യമായ അള്ളാഹുവിന്റെ the essence of the body of Allah, അതിന്റെ ഒരു ഭാഗമാണ് മകൻ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മകൻ ദൈവമാണെന്ന് വരും. എങ്ങനെയാണ് ജനിച്ചു മരിക്കുന്ന ഒരാൾ ദൈവമാകുന്നത്? എങ്ങനെയാണ് സർവേശ്വരനായ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ മക്കളെ ആരോപിക്കുന്നത്? ഹാദാ സിറാത്തും മുസ്തഖീം, this is the straight path. ഇതാണ് നേരായ മാർഗം, ഇതാണ് ഋജുവായ മാർഗം, ഇതാണ് ഈ ചരിത്രത്തിന്റെ സത്യാവസ്ഥ. ജാരസന്തതിയല്ല മറിയം ബീവി, വ്യഭിചാരം ചെയ്തവരുമല്ല. എന്നാൽ ദൈവമോ ദൈവപുത്രനോ അല്ല. മറിയം ബീവിയും 3 ദൈവങ്ങളിൽ ഒന്നല്ല. പിന്നെയോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ 3 അംശങ്ങളിൽ ഒരംശമല്ല. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന. മഹാനായ നജാഷി രാജാവിന്റെ കണ്ണുകൾ നനഞ്ഞൊഴുകുകയാണ്. കൂടെയുള്ള മുഴുവൻ ആളുകളും കരയാൻ തുടങ്ങി. നജാഷി ഒരു വടിയെടുത്തു. ആ വടിയെടുത്തിട്ട് ആ വടി കൊണ്ട് നജാഷി രാജാവ് വലിയൊരു വര വരച്ചു. മുമ്പിൽ ഇങ്ങനൊരു വര വരച്ചു. What your Muhammad says
And what my dear Lord Jesus says, no bigger than this line. മുഹമ്മദ് നബി പറയുന്നതും ഈസാ നബി പറയുന്നതും ഈ ഒരു വരയോളമേ ഉള്ളൂ, ഇതിനേക്കാളും ഇതയല്ല. എല്ലാം ഒരു നേർത്ത വഴിയിലൂടെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എത്യോപ്യയുടെ രാജാവ് അസ്ഹമത്തുൻ നജാഷി എന്ന് പറയുന്ന ഈ നജാഷി രാജാവ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വിവരണം കേട്ടതിൽ പിന്നെ ഹബീബായ നബി തങ്ങൾ വിശ്വസിച്ചു, മുസ്ലിമായി എന്ന് മാത്രമല്ല എത്യോപ്യയിൽ ദഅവത്ത് ചെയ്ത മഹാനാണ് നജാഷി റളിയല്ലാഹു അൻഹു. സ്വഹാബിയല്ല, പുണ്യനബിയെ വന്ന് കാണാൻ ഹബീബിന്റെ സദസ്സിലിരിക്കാൻ പറ്റിയില്ല. എന്നാൽ താബിഈയാണ് നജാഷി റളിയല്ലാഹു അൻഹു. ഇസ്ലാം എവിടെയാണ് ദീൻ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതെന്ന് ചിന്തിക്കണം. മനുഷ്യന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആധാരശിലയെക്കുറിച്ച്, ആരാണ് പടച്ചവൻ, ആരാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടവൻ, ആരാണ് ദൈവം, ആരൊക്കെയാണ് ദൈവമല്ലാത്തവര്, ഈ ഒരു ഇന്റലക്ച്വൽ ഡിസ്കഷൻ നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് ലോകത്ത് മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു വിവരണത്തിലൂടെയാണ് മഹാനായ നജാഷി രാജാവിന് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നൽകുന്നത്. ഇസ്ലാം വെളിച്ചമാണ്, ഇത് നൂറാണ്, ഇത് പ്രകാശമാണ്. ആ പ്രകാശം കാണാൻ തെളിച്ചമുള്ള ഹൃദയം വേണം. പ്രവാചകരെ കണ്ട ആളാണ് അബൂജഹല്. നൂറ് കിട്ടിയോ? ഇല്ല. പ്രവാചകരെ കണ്ട ആളാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ്. വല്ല മെച്ചുണ്ടായോ? പ്രവാചകരെ കണ്ട ആളാണ് റബീഅ, ഉത്ബ, ഷൈബ. വല്ല കാര്യമുണ്ടായോ? എന്നാൽ ആ പ്രവാചകരെ കണ്ട മഹാനാണ് ബിലാൽ ഇബ്നു റബാഹ്. എന്തേ? ആമൻതു ബില്ലാഹി വബിറസൂലിഹി. അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചപ്പോൾ അല്ലാഹു ഹൃദയത്തിന് വെളിച്ചം കൊടുത്തു. ആ വെളിച്ചം കൊണ്ട് ഹബീബായ നബി തങ്ങളിൽ നൂറിനെ കാണാൻ പറ്റി. വിശുദ്ധ ഖുർആനിൽ നൂറ് കാണാൻ സാധിച്ചു. ഈമാനുള്ളവർക്കേ അത് സാധ്യമാവുകയുള്ളൂ. മുഅ്മിനീങ്ങൾക്കാണ് ഖുർആൻ ശിഫ, മുഅ്മിനീങ്ങൾക്കാണ് ശിഫ, മുഅ്മിനീങ്ങൾക്കാണ് ശിഫ, മുഅ്മിനീങ്ങൾക്കാണ് റഹ്മത്ത്. അതല്ലേ ഖുർആൻ പറഞ്ഞത്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ولا يزيد الظالمين إلا خسارا. പ്രമാണിമാരെ വിനയാന്വിതരാക്കി മാറ്റിയതാണ് വിശുദ്ധ ഇസ്ലാം. പ്രമാണിമാരെ, അഹങ്കാരികളെ വിനയാന്വിതരാക്കി മാറ്റിയതാണ് വിശുദ്ധ ഇസ്ലാം. സുറാഖത്ത് ഇബ്നു മാലിക്കിനെ ഓർമ്മയുണ്ടോ? സുറാഖയെ ഓർമ്മയുണ്ടോ? സുറാഖത്ത് ഇബ്നു മാലിക് മരുഭൂമിയിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും തലയറുത്തു കൊണ്ടുപോയാൽ 100 ഒട്ടകം കിട്ടും എന്ന് പറഞ്ഞപ്പോ ആരോ ഒരാൾ തന്റെ എളാപ്പയാണ് സുറാഖയോട് വന്ന് പറഞ്ഞു, സുറാഖ, നീ നല്ല ഹോഴ്സ് റൈഡിങ് അറിയുന്ന ആളല്ലേ? സുറാഖ, 100 ഒട്ടകം നിന്റെ മുമ്പിലൂടെ എന്ന് പറഞ്ഞാൽ പുണ്യനബിയും സിദ്ദീഖ് എന്നവരും പോകുന്നത് ഈ മനുഷ്യൻ കണ്ടു. എന്നിട്ട് പറഞ്ഞു, സുറാഖ, ഖുറൈശികൾ 100 ഒട്ടകം എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് നബിയും സിദ്ദീഖ് എന്നവരും ആ നമ്മുടെ പരിസരത്തുകൂടെ പോകുന്നുണ്ട്. കാട്ടറബിയാണ് സുറാഖ. സുറാഖ മക്കയിൽ താമസിച്ച ആളല്ല. സുറാഖ കാട്ടറബിയായിരുന്നു, മരുഭൂമിയിൽ താമസിച്ച ആളാണ്. അയാൾ പറയുന്നുണ്ട്, എന്റെ അടിമ സ്ത്രീ ഒരു കുതിരയെ തയ്യാറ് ചെയ്തു, നല്ല മുനയുള്ള കുന്തവും എന്റെ കയ്യിൽ തന്നു. അപ്പോഴേക്കും ഞാൻ സടകുടഞ്ഞെഴുന്നേറ്റു, കുതിരപ്പുറത്ത് ചാടിക്കയറി ഞാൻ കുതിച്ചു. ലോകത്തിന്റെ ഗുരുവിനെ ലക്ഷ്യമാക്കി, അല്ലാഹുവിന്റെ റസൂലിനെ ലക്ഷ്യമാക്കി ഞാൻ പോയ ഒരു നേരം നബിയേ,
അവരാരുടെയും കുതന്ത്രങ്ങൾ അങ്ങയിൽ ഫലിക്കില്ല നബിയേ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും ഞാൻ തറപറ്റിക്കും നബിയേ. വല്ലാഹു യഅസിമുക മിനന്നാസ്. നബിയേ, Allah will protect you from people. ജനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അല്ലാഹു കഴിയും നബിയെ. അങ്ങയെ തൊടാൻ അവരാരെ കൊണ്ടും കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യമായി പുലരുകയാണ്. സുറാഖ ഓടി വന്നു ഹബീബിന്റെ പിന്നിൽ. ആരെങ്കിലും ഉണ്ടോ ഹബീബിനെ തടയാൻ? ആരെങ്കിലും ഉണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുറാഖ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകരാണോ എന്ന് നോക്കാൻ അരികത്തേക്ക് എത്തുമ്പോൾ പ്രവാചകർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നോട്ട് മാത്രം നോക്കി നടക്കുന്നു, ഖുർആൻ ഓതുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്. എന്നാൽ പുണ്യനബി നോക്കുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. പുണ്യനബിയുടെ ഖിറാഅത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. മരുഭൂമിയിൽ 11 ദിവസം നടന്ന നടത്തമാണ്. 11 ദിവസം നടന്നതിന് ശേഷമാണ് മദീന കാണുന്നത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും നബി തങ്ങൾ ഖുർആൻ ഓതുകയായിരുന്നു. എന്തൊരു മനോഹരല്ലേ! വിഷമങ്ങളിൽ ഓതാനുള്ളത് ഖുർആൻ, സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ ഓതാനുള്ളതും ഖുർആൻ, ഹൃദയത്തിന് വെളിച്ചം കിട്ടാൻ ഖുർആൻ, നേർവഴി കാണാൻ ഖുർആൻ, മനസ്സിന് ആശ്വാസം ലഭിക്കാൻ ഖുർആൻ, രോഗങ്ങൾക്ക് ശിഫാഇന് ഓതാനുള്ളതും ഖുർആൻ. ഹബീബ് ഓതുകയാണ് ഖുർആൻ. ഞാനത് കേട്ടു. നബി തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. അത് ഹബീബിന്റെ ബോഡി ഗാർഡാണ്, ഹബീബിന്റെ സംരക്ഷകരാണ്. സുറാഖ വന്നല്ലോ. തന്റെ കുന്തമെടുത്ത് പുണ്യനബി തങ്ങളിലേക്ക് ഓങ്ങുമ്പോഴേക്കും കുതിരയുടെ കാല് ഭൂമിയിലേക്ക് ആ ഒരു മണ്ണിലങ്ങ് താണുപോയി. സുറാഖ മറിഞ്ഞു വീണു. എഴുന്നേറ്റു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുതിരയും രക്ഷപ്പെടുന്നു. തങ്ങളെ വിളിക്കുന്നു, നബിയേ ഒരു സുറാഖ. നബി ഞങ്ങൾക്കറിയാം ഇത് സുറാഖത്ത് ഇബ്നു മാലിക് എന്ന അറാബിയാണെന്ന്. ഈ ചരിത്രത്തിന്റെ അവസാനം നമ്മുടെ യുവതലമുറകൾക്ക്, ന്യൂജൻ കുട്ടികൾക്ക് ചില ഉപദേശം ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്നത് ഞാൻ ചേർത്ത് പറയാൻ പോകുന്നു. സുറാഖ രണ്ടാമതും പുണ്യനബിയെ കൊല്ലാൻ നോക്കി, സാധിച്ചില്ല. മൂന്നാമത്തെ തവണയും ഹബീബിന്റെ നേരെ വാളോങ്ങുമ്പോൾ കുതിരയുടെ കാലിന്റെ പകുതിയിലേറെ ഭൂമി പൂണ്ട് പിടിച്ചു. സുറാഖ നിലവിളിച്ചു. പുണ്യനബി പറഞ്ഞു, സുറാഖ പോന്നോളൂ. സുറാഖക്ക് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യരല്ല, ഇത് സാധാരണ മനുഷ്യരല്ല, ഇത് അത്ഭുതമാണ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്, സൃഷ്ടികളുടെ രാജകുമാരനാണ്, അഷ്റഫുൽ ഖൽഖാണ്, നുബുവത്തിന്റെ അന്തിമക്കുറിയാണ്, ഇത് റസൂലാണ്, മുർസലാണ്, അല്ലാഹുവിന്റെ സഫിയാണ്, മുസ്തഫയാണ്, അശ്ശാഫിഉൽ മുശഫ്ഫഉ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, ഇനി ഒരിക്കലൂടെ അങ്ങയെ ആക്രമിക്കാൻ ഞാനില്ല നബിയേ. നബിയേ, ഇത് സുറാഖ നൽകുന്ന വാക്ക് നബിയേ. സുറാഖ വാക്ക് പാലിക്കും. ഈ കടലാസിന്റെ കഷ്ണത്തിൽ ഒന്നെഴുതി തരണം, സുറാഖ ഇനി നിങ്ങളോടൊന്നും ചെയ്യില്ല, നിങ്ങൾ ആക്രമിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ സുറാഖയെ തുടരുതേ എന്ന് നബിയെ അങ്ങയുടെ അനുയായികൾക്ക് കാണിച്ചു തരാൻ എനിക്കൊരു എഴുത്ത് തരണമെന്ന് പറഞ്ഞ് മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു തോൽ കഷ്ണത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഗൈഡ്, അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, ഹബീബിന്റെ ഗൈഡ് മുസ്ലിമല്ല, അദ്ദേഹത്തെ കൊണ്ടാണ് ഹബീബിനെ അല്ലാഹ് മദീനയിൽ എത്തിക്കുന്നത്. അത്ഭുതം നോക്കണം. ഹബീബിന്റെ ഗൈഡ് മുസ്ലിമല്ല, അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ. അയാളുടെ കരങ്ങളാൽ ഒരു സുരക്ഷാപത്രം എഴുതി കൊടുത്തു സുറാഖയുടെ കയ്യിൽ. സുറാഖ അപ്പം മുസ്ലിമായിട്ടില്ല. സുറാഖ മുസ്ലിമാവുന്നത് 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്, ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് സുറാഖ മുസ്ലിമാകുന്നത്.
സുറാഖത്ത് ബിൻ മാലിക് ഒരു കടലാസിന്റെ കഷ്ണത്തിൽ എഴുതി മേടിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, സുറാഖക്ക് അഭയം കൊടുക്കണം. ഹബീബായ നബി തങ്ങൾ സുറാഖയോട് ഒന്നും ചോദിച്ചില്ല, ഒറ്റ കാര്യം പറഞ്ഞു, അഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും പറയണ്ട. അത്ര തന്നെ, അഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അഖ്ഫി അന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയുടെ കൈ പിടിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. സുറാഖ, കിസ്റയുടെ, ആരാ കിസ്റ എന്ന് പറഞ്ഞാൽ ഇറാൻ ഭരിച്ചിരുന്ന പേർഷ്യയുടെ ഭരണാധികാരിയാണ് കിസ്റ ബിൻ ഹുർമുസ്. കിസ്റ സൺ ഓഫ് ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റ. കിസ്റയുടെ വളകൾ, കിസ്റയുടെ ആഭരണം, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം ആഭരണം അണിയുന്ന ആളായിരുന്നു. കിസ്റയുടെ വളകൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ നൽകപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും? എങ്ങനെ ഉണ്ടാകും? അപ്പൊ സുറാഖ ചോദിച്ചു, നബിയെ ആരെക്കുറിച്ചായി പറയുന്നത്? സുറാഖ ചോദിച്ചു, കിസ്റ ബിൻ ഹുർമുസിനെ കുറിച്ചോ? ജീവൻ കൊണ്ട് ഓടുന്ന നിങ്ങൾ പറയുന്നത് മഹാസാമ്രാജ്യം ഭരിക്കുന്ന കിസ്റയുടെ ആഭരണം എന്റെ കയ്യിൽ വരുന്നോ? അതേ സുറാഖ, അത് സംഭവിക്കും. അതായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ശരീരം കൊണ്ട് ഓടുമ്പോഴും ഹബീബിന്റെ നോട്ടം ചക്രവാള സീമകളിലേക്കാൻ. ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിസ്സാരമായ വിഷയങ്ങൾക്ക് തർക്കിച്ച് സമയം കളയേണ്ടവരല്ല നമ്മള്. നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി സമയം കളയേണ്ടവരല്ല, ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. കിസ്റ ബിൻ ഹുർമുസിന്റെ ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും സുറാഖ? സുറാഖക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് നടന്നു, ആ സംഭവം നടന്നു. പക്ഷേ ഇത് നടക്കുമ്പോഴേക്കും കൊല്ലം 20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അത്ഭുതം. 20 വർഷം കഴിഞ്ഞതിന് ശേഷം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കിസ്റയുടെ സാമ്രാജ്യം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. ഖാദിസിയ യുദ്ധത്തിലൂടെ തിരിച്ചു വന്നു. ആ സമയം കിസ്റയുടെ തലയിൽ വെച്ചിരുന്ന ക്രൗൺ, കിസ്റയുടെ കുപ്പായം, മേൽക്കുപ്പായം, ആഭരണങ്ങൾ, വളകൾ, മോതിരങ്ങൾ എല്ലാം, കിസ്റയുടെ കാർപ്പറ്റുകൾ, കിസ്റയുടെ സ്വർണത്തിന്റെ പാനപാത്രങ്ങൾ എല്ലാം മദീനയിലേക്ക് കൊണ്ടുവന്നു സഅദ് റളിയല്ലാഹു അൻഹു. സഹാബികൾ മുഴുവനും വട്ടം കൂടി നിൽക്കുകയാണ് മദീന പള്ളിയുടെ മുറ്റത്ത്. ഈ മഹാമാമാങ്കത്തിന് സാക്ഷികളാകാൻ ആയിരക്കണക്കിന് പൂക്കൾ വിടർന്നു നിൽക്കുന്ന, ഒറിജിനൽ പൂക്കളല്ല, മുത്തുകൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും പല നിറത്തിൽ പൂവാടി പോലെ കാർപ്പറ്റിൽ മുത്തുകൊണ്ട് ചരിത്രം തീർത്ത കിസ്റയുടെ കാർപ്പറ്റ് കാണാൻ വരിവരിയായി ആയിരക്കണക്കിന് സ്വഹാബിമാർ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു കിസ്റ ബിൻ ഹുർമുസ്. ഉമർ തങ്ങൾ ചോദിച്ചു, സുറാഖ ഇവിടെയുണ്ടോ? അമീറുൽ മുഅ്മിനീൻ അനദാ, ഞാനിതാ ഇവിടെ, കടന്നു വരൂ സുറാഖ, ഇങ്ങോട്ട് വരൂ. സുറാഖയെ അരികത്തേക്ക് വിളിച്ചു. സുറാഖ, നിങ്ങളുടെ 2 കൈകളും ഒന്ന് നീട്ടിക്കേ. ആ 2 കൈകളും നീട്ടിവെച്ചിരിക്കുകയാണ്. സുറാഖ, ഓർമ്മയുണ്ടോ പുണ്യ റസൂൽ നിങ്ങളോട് പറഞ്ഞത്? അപ്പോഴേക്കും സുറാഖയുടെ ഓർമ്മകളിൽ അതങ്ങ് തെളിഞ്ഞു വന്നില്ലായിരുന്നു. സുറാഖ, അന്ന് മരുഭൂമിയിൽ എന്റെ റസൂലിനെ കൊലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വരികയും നിന്റെ കുതിര താഴുകയും ചെയ്ത് നീ നിലവിളിച്ച് കരഞ്ഞ് മുഅ്ജിസത്ത് കണ്ട് ഹബീബായ നബി തങ്ങളിൽ നിന്ന് അനുവാദപത്രവും അതുപോലെ മോചനരേഖയും വാങ്ങിച്ച് പുണ്യനബിയുടെ മുമ്പിൽ നിന്ന് വരുമ്പോൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട് അമീറുൽ മുഅ്മിനീൻ, ഓർമ്മയുണ്ട്. എന്നോട് റസൂല് പറഞ്ഞു, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. എന്റെ റസൂലിന്റെ വാക്കുകൾ സത്യസന്ധമായി പുലരണം. സുറാഖയുടെ കൈകൾ നീട്ടി, എന്നിട്ട് പറഞ്ഞു, സുറാഖ, ഈ വളകൾ നിങ്ങളുടെ കൈകളിൽ നിൽക്കട്ടെ. വളകളൊക്കെ അണിയിച്ചു കൊടുത്തു, തലയിൽ ക്രൗണും വെച്ചു കൊടുത്തു. ഹുർമുസിന്റെ, കിസ്റ ബിൻ ഹുർമുസിന്റെ ഓവർകോട്ടും കുപ്പായവും അണിയിച്ചു കൊടുത്തു. ആ ഷൂവും അണിയിച്ചു കൊടുത്തു.
സുറാഖ ഒന്ന് നടക്ക്. സുറാഖ മുന്നോട്ട് നടന്നു. ഒന്ന് തിരിഞ്ഞു നടക്ക്. സുറാഖ ഒന്ന് ബാക്കോട്ട് നടന്നു. ഒന്ന് വലത്തോട്ട് നടക്ക്, ഒന്ന് ഇടത്തോട്ട് നടക്ക്. എല്ലാവരും കാണാം. സുറാഖ ഇനി എല്ലാം അങ്ങ് അഴിച്ചേ. അതൊക്കെ അഴിച്ചതാ. സുറാഖയെ അഴിപ്പിച്ചു. ഇനി ഉമർ തങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുമ്മ ഇന്നക മനഅത ഹാദാ റസൂലക വനബിയക. ഇത് സ്വർണത്തിന്റെ ആഭരണമാണ്. ഇത് പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ലാത്ത ആഭരണങ്ങളാണ്. ഇത് നിന്റെ റസൂലിനും നിന്റെ നബിക്കും നീ വേണ്ടെന്ന് വെച്ചതല്ലയോ റബ്ബേ. മുസ്ലിമീങ്ങളിൽ കൈകളിൽ വളകളിടുന്നവര്, അത് സ്റ്റീലിന്റെ വളയാവട്ടെ, വെള്ളിയുടെ വളയാവട്ടെ, സ്വർണത്തിന്റെ വളയാവട്ടെ, സ്വർണം എന്തായാലും ഹറാമാണ്. സ്റ്റീലിന്റെ ചെയിനാവട്ടെ, അല്ലെങ്കിൽ കാതുകുത്തപ്പം, അങ്ങനെയൊക്കെയാണല്ലോ. പുരുഷന്മാർ കാതുകുത്തി നടക്കുക, മൂക്കുത്തി നടക്കുക. ഇനി പെണ്ണുങ്ങളുടെ വേഷവും കേട്ടും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ദുരന്തമാണ്. ആണുങ്ങളിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണുങ്ങളിൽ ആണിന്റെ വേഷം കെട്ടി നടക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഒരു അഭംഗി ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഒരു അഗ്ലി ഫേസ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അനാവശ്യമായി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്ലക്കിങ്ങും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക പരിപാടികളൊക്കെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാവാം, പക്ഷേ പൊതുജനങ്ങളിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി കയ്യിലും കാതിലും മൂക്കിലും ആഭരണങ്ങൾ ചുറ്റി നടക്കുന്ന, അല്ലെങ്കിൽ പുരുഷന്മാർ പെണ്ണുങ്ങളെപ്പോലെ കോലം കെട്ടുന്ന, മൂക്കുകുത്തിയിട്ടും കാതുകുത്തിയിട്ടും വളകളായിട്ടും ചെയിനുകളായിട്ടും മാലയായിട്ടും അള്ളാഹു അനുവദിച്ചിട്ടില്ല മുഅ്മിനെ. എന്തിനാണത്? ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ്. ആഭരണങ്ങൾ സ്ത്രൈണതയുടെ ഭാഗമാണ്. പുരുഷന്മാർ ആഭരണം ധരിക്കുക. നമുക്ക് വെള്ളിയുടെ മോതിരം സുന്നത്താണ്, അത്ര തന്നെ ഉള്ളൂ. വാച്ച് ധരിക്കാം. പക്ഷേ വളകൾ, ചെയിനുകൾ, ആഭരണങ്ങൾ കയ്യിൽ കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധരായ റസൂലിന് നീ അനുവദിച്ചിട്ടില്ലല്ലോ ഇത്. ഇന്നക മനഅത ഹാദാ റസൂലക വനബിയക വകാന ഹബ്ബ ഇലൈക മിന്നി. എന്നെക്കാളും അല്ലാഹുവേ നിനക്കിഷ്ടം നിന്റെ റസൂലിനെയാണല്ലോ. ആ റസൂലിന് വളയും മാലയൊന്നും റബ്ബേ നീ അനുവദിച്ചിട്ടില്ലല്ലോ. വഅക്റമ അലൈക മിന്നി, എന്നെക്കാളും എത്രയോ ആദരണീയരാണല്ലോ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമനഅതഹു അബൂബക്കറിൻ, ഈ ആഭരണങ്ങൾ അണിയാൻ അബൂബക്കർ തങ്ങളെയും നീ അനുവദിച്ചില്ലല്ലോ റബ്ബേ. വകാന ഹബ്ബ ഇലൈക മിന്നി, എന്നെക്കാളും അബൂബക്കറിനെയായിരിക്കും അല്ലാഹുവേ നിനക്കിഷ്ടം. വഅക്റമ അലൈക മിന്നി, എന്നെക്കാളും നീ സ്നേഹിക്കുന്നതും അബൂബക്കർ തങ്ങളെയല്ലേ. വഅതൈതനീ, അവരാർക്കും നൽകാത്തത് കിസ്റയുടെ ആഭരണങ്ങൾ എൻ്റെ കയ്യിലാണല്ലോ റബ്ബേ നീ തന്നിരിക്കുന്നത്. ഫഅഊദു ബിക അൻ തകൂന അഅതൈതനീഹി ലിതംകുറ ബി. പടച്ചവനെ, ഇത് എനിക്കൊരു പരീക്ഷണമാണോ?
ഒരു പരീക്ഷണമാണോ? എന്തിനാണ് റബ്ബേ എൻ്റെ കൈകളിൽ ഈ വളകൾ തന്നത്? കൂടെയുള്ള മുഴുവൻ ആളുകളും ആശ്വസിപ്പിക്കുമാർ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, അഖ്സംതു അലൈക ലമാ ബിഅതഹു ثم قسمته قبل أن تمسي. അബ്ദുറഹ്മാനെ, ഈ ആഭരണങ്ങളുടെ മൂല്യം എത്രയാണോ, ഈ ആഭരണം വിൽക്കണം, അതിൻ്റെ മൂല്യം എത്രയാണോ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ നിന്ന് ആ വളകൾ മുഴുവനും വാങ്ങിച്ചിട്ട് പറഞ്ഞു, സുറാഖ, ഒരു ദിവസമല്ലെങ്കിലും ഒരു നേരത്തേക്ക് എൻ്റെ റസൂല് പറഞ്ഞ വാക്ക് സാക്ഷ്യമാവാൻ നിന്റെ കൈകളിൽ ഈ ആഭരണങ്ങൾ ഇരിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു പക്ഷേ അഭിമാനം നൽകിയേക്കാം. എന്നാൽ ഇത് സ്ഥിരമായി ഇടാനുള്ളതല്ല, ഇത് ഇടാൻ പാടില്ല, സുറാഖ തന്നേക്കണമെന്ന് പറഞ്ഞ് ആ കൈകളിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കണേ, പെണ്ണുങ്ങൾക്കാവാം, അവർക്ക് ആഭരണങ്ങളാവാം. പുരുഷന്മാർ, നമ്മുടെ മുസ്ലിമീങ്ങളായ കുട്ടികളോടാണ് പറയുന്നത്, നമുക്കത് പാടില്ല, നമ്മളത് ചെയ്യരുത്. ആണും പെണ്ണുമല്ലാത്ത കോലം കെട്ടി നടക്കരുത്. മൂക്കുകുത്തിയും കാതുകുത്തിയും പച്ചകുത്തിയും ടാറ്റു ധരിച്ചും ഇതൊക്കെ നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. അതൊക്കെ ഇന്ന് സുലഭമാണ്. ആർട്ടിസ്റ്റുകളും ഫിലിം സ്റ്റാറുകളും സ്പോർട്സ് സ്റ്റാറുകളും കഴുത്തു മുതൽ ഞെരിയാണി വരെ ടാറ്റു കുത്തിയിരിക്കുക, പച്ച കുത്തിയിരിക്കുക. നമ്മുടെ മക്കളിതാ കാണുന്നത്. കൈകളിൽ, മസിലുകളിൽ, വയറ്റത്ത്, പുറത്ത്, കാലിൽ, മസിലിൽ എല്ലായിടത്തും ടാറ്റു കുത്തിയിരിക്കുക. ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്കും തോന്നും, എനിക്കൊന്ന് ചെയ്താൽ എന്താ? ഹറാമാണത്. ലഅനല്ലാഹുൽ വാശിമീന വൽ വാശിമാത്ത്. ടാറ്റു ചെയ്യുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹ്. എത്രയോ അമുസ്ലിമീങ്ങൾ മുസ്ലിമായിട്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊട്ടിക്കരയുന്നത്, ശരീരം മുഴുവൻ ടാറ്റുവാണ്. അതിൽ മോശപ്പെട്ട മെസ്സേജുകൾ വരെ എഴുതി വെച്ചിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈയിൻ്റെ മേലെ ടാറ്റുണ്ട്, മായ്ക്കാൻ പറ്റുന്നില്ല. അത് മായ്ക്കൽ വളരെ വേദനാജനകമാണ്, അതിലേറെ എക്സ്പെൻസീവുമാണ്. എന്നിട്ട് കരയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഖബറിലേക്ക് എൻ്റെ ജനാസ പുതപ്പിക്കുമ്പോൾ ഈ ടാറ്റു എൻ്റെ ദേഹത്തുണ്ടാകുമല്ലോ റബ്ബേ, ഞാൻ എന്തിനിത് ചെയ്തു? അന്ന് ബുദ്ധിയില്ലാത്ത ഞാനോട് ചോദിച്ചു, എത്രാം വയസ്സിൽ ചെയ്തിട്ടുണ്ട് ഇത്? അപ്പോൾ പറഞ്ഞു, 12 വയസ്സുള്ള പ്രായത്തിൽ ചെയ്തതാണ്. ഞാൻ കണ്ടുമുട്ടിയ ഒരാൾ പറഞ്ഞു, നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല, 12ാമത്തെ വയസ്സിൽ ചെയ്തതാണ്. യാ റബ്ബേ, ആലോചിച്ച് നോക്കൂ. ബുദ്ധിയില്ലാത്തൊരു പ്രായം, അല്ലെങ്കിൽ പക്വതയുള്ള ആളുകൾ അത് ഉപദേശിച്ചു കൊടുക്കാനില്ലാത്ത കാലം, ഉപദേശിക്കുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാലം, എത്ര വലിയ ദുരന്തമാണ്. ആ സങ്കടങ്ങളൊക്കെ എങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും? മായ്ച്ചു കളഞ്ഞാലും അതിൻ്റെ ട്രേസസ് വിൽ ബി സ്റ്റിൽ ദേർ. അതുകൊണ്ട് അധർമ്മത്തിലേക്ക് പോകരുത്. തിന്മകളുടെ വാക്കുകളോ അതിൻ്റെ സിംബലുകളോ നമ്മൾ കൊണ്ടു നടക്കരുത്. പിശാച്ച്, ഡിമോണിക്, യുഫോ എന്നൊക്കെ, ഇല്ലൂമിനാറ്റി, ഇതൊക്കെ പിശാച്ചിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ മക്കളതാ പാടുന്നത്. ഇല്ലൂമിനാറ്റി, യുഫോ, ശൈത്താൻ, ഡിമോൺ, ഇതൊക്കെ എത്ര ഭീകരമാണെന്നറിയോ? നമ്മുടെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റബ്ബേ, ഒരു പിശാച്ചിൻ്റെയും ഉപദ്രവം ഉണ്ടാവരുതേ, ഒരു പിശാച്ചിനെയും ഇങ്ങോട്ട് അടുപ്പിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാ ഖുർആൻ ഓതേണ്ടത്. വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം പിശാച്ചിൽ നിന്ന്. പക്ഷെ നമ്മുടെ മക്കള് ടീഷർട്ടിന്റെ ബാക്കിൽ ഡാർക്ക് ഡെവിൽ, കറുത്ത ശൈത്താൻ എഴുതി വെച്ചിരിക്കുക, അതുകൊണ്ടാ ബൈക്ക് ഓടിക്കുക. ഫ്രണ്ടിലെ ഡെവിൽ, യുഫോ, ഡിമോൺ, ഇല്ലൂമിനാറ്റി, ഇതൊക്കെ എഴുതി വെക്കുന്നത്. ഈ ആഭാസങ്ങളെ മഹാനായ സുറാഖത്ത് ഇബ്നു മാലിക്കിന് ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്ന ഉപദേശത്തിൽ നിന്ന് തിരിച്ചു വായിക്കണം. ഞങ്ങൾ കള്ളു കുടിക്കുന്നവരായിരുന്നു രാജാവേ എന്ന് പറഞ്ഞ് കരഞ്ഞ ജഅഫർ തങ്ങളെ ഞങ്ങളത് നിർത്തിവെച്ചു. സുറാഖത്ത് ഇബ്നു മാലിക് ആ വളകൾ പിടിച്ചു വാങ്ങിയപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല, തിരിച്ചു കൊടുത്തു. മനസ്സ് പാകമായിരുന്നു. അള്ളാഹുവിന് വേണ്ടാത്തത് എനിക്ക് വേണ്ട, പടച്ചവന് ഇഷ്ടമുള്ളത് മാത്രമേ എൻ്റെ ഇഷ്ടമുള്ളൂ എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഈമാൻ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സജ്ജനങ്ങളായി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് അറിവും ജ്ഞാനവും തൗഫീഖും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.